السلام عليكم ورحمة الله. إن الحمد لله نحمد الله ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وكفى بالله شهيدا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي أني فإني قريب أجيب دعوة الداء إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും കാരുണ്യവും നമ്മിൽ സദാ വർഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അവൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സ് എന്ന നിലയിൽ, അവൻ്റെ കാരുണ്യം ആവരണം ചെയ്യുന്ന ഒരു സദസ്സ് എന്ന നിലയിൽ റഹ്മാനായ റബ്ബ് ഇത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ റമളാനിന് സ്വാഗതമരുളിക്കൊണ്ടുള്ള ഒരു പഠന ക്ലാസ്സാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പരിശുദ്ധ റമളാനിൻ്റെ മുന്നോടിയായി ഏറെക്കുറെ എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു തെതിക്കിറയാണ്, ഓർമ്മപ്പെടുത്തലാണ്. സാന്ദർഭികമായി ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങൾ വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് വീണ്ടും നൽകുക എന്നുള്ളത്, അതാണ് തെതിക്കിറ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഇതിനുള്ള ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിഷയം തന്നെ വിവിധ അധ്യായങ്ങളിൽ ആവർത്തിച്ചു വരുന്നതായി നമുക്ക് കാണാം. അത് അതിൻ്റെ ഗൗരവവും പ്രാധാന്യവുമാണ് വ്യക്തമാക്കി തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ മാസത്തെ സ്വീകരിക്കുവാൻ നാടും നഗരവും കുടിലും കൊട്ടാരവുമൊക്കെ സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ വീടുകളിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ, വിശ്വാസികളുടെ പ്രതീക്ഷാ കേന്ദ്രമായിട്ടുള്ള മസ്ജിദുകളിലേക്ക് നോക്കിയാൽ നമുക്കതിൻ്റെ വ്യക്തമായ ചിത്രം കാണാൻ സാധിക്കും. വീടുകളിലൊക്കെ സഹോദരിമാർ വളരെ വളരെ തിരക്കിലാണിപ്പോൾ. വീട്ടിലെ ഓരോ സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള ഭാഗങ്ങൾ അടിച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്നു. മാറാലകളും മാറാപ്പുകളും തട്ടി നീക്കുന്നു. വീട്ടിലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഉപയോഗിച്ചുകൊണ്ടിരിക്കാത്തതുമായിട്ടുള്ള സകലവിധ സാധന സാമഗ്രികളും അതിൻ്റെ ചേറും ചെളിയും നീക്കിക്കളയുന്നു. അള്ളാഹുവിൻ്റെ ഭവനങ്ങളാകട്ടെ, അതിൻ്റെ പരിസരങ്ങളാകട്ടെ വളരെയധികം ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മസ്ജിദുകൾ നവീകരിക്കുകയും അവിടെയൊക്കെ തന്നെ വൃത്തിയാക്കേണ്ടത് അല്ലെങ്കിൽ വൈറ്റ് വാഷ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ വൈറ്റ് വാഷ് ചെയ്തും അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഹിജ്റ കലണ്ടറിലെ 9ാമത്തെ മാസമായ വിശുദ്ധ റമളാൻ, ആ വിശിഷ്ടാതിഥിയെ സ്വീകരിക്കാനുള്ള പുറപ്പാടിലാണ് മുഅ്മിനുകൾ എന്നർത്ഥം. ഈ അതിഥി എല്ലാ വർഷവും കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ ഒരുപാട് വർഷക്കാലം അതിനെ ഏറ്റുവാങ്ങുവാനും ആ അതിഥിയെ മാന്യമായി സൽക്കരിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന നാളുകളിൽ
8 or 9 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആ അതിഥിയെ സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീക്കിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അസുലഭ സന്ദർഭമാണിത്. നമ്മെ അള്ളാഹു തആല ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ മണ്ണിലേക്ക് അയച്ചിട്ടുള്ളത്, ആ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനുള്ള ഒരു മാസമാണ്. അതിന് ഊർജവും ഉശിരും കരുത്തും നൽകുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഒരു അമുസ്ലിം സഹോദരങ്ങൾ ഒരുപക്ഷെ മുസ്ലിം വീടുകളിലെ ഈ വൃത്തിയാക്കലും തിരക്കുകളുമൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായേക്കാം, ഇതെന്താണിത് മുസ്ലിങ്ങളുടെ വീടുകളിലൊക്കെ, എന്താണ് ഇവിടെ ഒരു വിഷയം, വല്ല അതിഥികളും വരാനുണ്ടോ, വല്ല കല്യാണങ്ങളോ സൽക്കാരങ്ങളോ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചിലർക്കൊക്കെ തോന്നിപ്പോയേക്കാം. സത്യത്തിൽ എന്താണ്, ആ അതിഥിയെ സൽക്കരിക്കാനുള്ള പുറപ്പാടാണ്. ആ അതിഥിയെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും അകക്കണ്ണുകൊണ്ട് കാണുന്നു എന്നുള്ളതാണ്. കൈകൊണ്ട് ആ അതിഥിയെ നേർക്ക് നേരെ സ്പർശിക്കാനാവില്ലെങ്കിലും ഹൃദയം കൊണ്ട് ആ അതിഥിയെ നമ്മൾ സ്പർശിക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലാഞ്ചനയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഒരു നോമ്പിൻ്റെ ഒരു പ്രതീതി വരുന്നില്ലേ? ഓരോ ദിവസവും വരുംതോറും ഞാനൊരു നോമ്പുകാരനാണോ റമളാനാണോ എന്നൊരു ഫീലിംഗ് ഉണ്ടാകും. അതുതന്നെയാണ് അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ നോമ്പിനെ സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, എന്താണ് ഈ നോമ്പ് എന്നത്? ഇസ്ലാമിൻ്റെ ഓരോ ആരാധനാ കർമ്മങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യതിരിക്തതകളുണ്ട്. ഒന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. പരിശുദ്ധ ഇസ്ലാം വിശ്വാസവും അനുഷ്ഠാനവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മതമാണ്. ഒരാൾക്ക് വിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ, അയാൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, ഈമാനിനെയും അമൽ സ്വാലിഹാത്തിനെയും ഒരേ കൊടിയിൽ കൂട്ടിക്കെട്ടിയതായിട്ട്. ശ്രദ്ധിച്ചോക്കണ്ടി, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഒരുപാട് സ്ഥലത്ത് പറഞ്ഞതാണ്. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ നമുക്ക് എമ്പാടും കാണാൻ സാധിക്കും. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഈമാൻ, കറകളഞ്ഞ അള്ളാഹുവിലുള്ള വിശ്വാസം വേണം. എൻ്റെ നാഥൻ റബ്ബാണെന്ന് മനസ്സ വാച കർമ്മണ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അതുമാത്രം പോരാ, അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അമലുകളും വരണം. അതാണ് വിശ്വാസവും അനുഷ്ഠാനവും രണ്ടും സമന്വയിക്കണമെന്നർത്ഥം. അതിനുള്ള ഒരു വഴിയാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, നോമ്പിൻ്റെ സവിശേഷത എന്താണ് മറ്റു ആരാധനാ കർമ്മങ്ങളിൽ നിന്ന്? ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം. നമസ്കാരം എന്നുള്ളത് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെയ്യുന്ന നിഷ്കളങ്കമായ ഒരു ഇബാദത്താണ്. ഒരാൾ തൗഹീദ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേൽ നിർബന്ധമാകുന്ന ഒരു അനുഷ്ഠാന മുറ എന്ന് പറയുന്നത് നമസ്കാരമാണ്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. എങ്കിൽ ആ നമസ്കാരം എന്നുള്ളത് ഒരു പരസ്യമായ ഒരു ആരാധനാ കർമ്മമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളിൽ ഒന്ന് നമസ്കാരമാകുന്ന ആരാധനാകർമ്മം ഭൂമിയുടെ ഏത് കോണിൽ വെച്ചും അവന് നിർവഹിക്കാം. യാത്രയിൽ നിർവഹിക്കാം, ഇരുന്നു കൊണ്ടാവാം, നിന്നുകൊണ്ടാകാം, നടന്നുകൊണ്ടാകാം, ഒക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിർവഹിക്കാൻ പറ്റുന്ന ഒരു ഇബാദത്താണ്. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം. അതിന് വേണ്ടത് വെള്ളമാണ്. ആ വെള്ളമെങ്കില്ലെങ്കിൽ തയമ്മും ചെയ്യാം. എങ്ങനെയാണെങ്കിലും ആ കർമ്മം നിർവഹിക്കാം. പക്ഷേ എന്നിട്ടും ഇസ്ലാമിക സൊസൈറ്റിയിൽ മസ്ജിദിനുള്ള പ്രാധാന്യം എന്താണ്? വലിയൊരു പ്രാധാന്യമില്ലേ മസ്ജിദിന്? അതെന്താ? ആ നമസ്കാരം സംഘമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ആ സാമൂഹികമായ ബോധവും സാമൂഹികമായ പ്രതിബദ്ധതയും ഓർമ്മപ്പെടുത്തുന്ന, അതിന് കരുത്തു പകരുന്ന ഒരു ഇബാദത്ത് കൂടിയാണ് നമസ്കാരം. അതുകൊണ്ടാണല്ലോ അത് മസ്ജിദിൽ വെച്ച് നിർവഹിക്കാൻ 27 ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നമസ്കാരം നിർവഹിക്കാൻ നമ്മൾ വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ ആളുകൾ കാണും, പള്ളിയിലുള്ളവരും കാണും, അറിയും. എന്നാൽ നോമ്പ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. നോമ്പെന്താ വ്യത്യസ്തം? നോമ്പിനോളം രഹസ്യമായ ഒരു ഇബാദത്ത് വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ സക്കാത്ത് രഹസ്യമായി ചെയ്യുന്നതാണ്. എന്നാലും അതിലൊരു ചെറിയൊരു പരസ്യമുണ്ട്. പരസ്യം എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ സക്കാത്ത് വിഹിതം സക്കാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കുമ്പോൾ ആ കമ്മിറ്റി അറിയും. നമ്മുടെ പേരും നമ്മൾ കൊടുത്ത സംഖ്യയും കൃത്യമായി സുതാര്യമായിരിക്കണം. ഇനി ചില ആളുകൾ വ്യക്തിക്ക് കൊടുക്കും, ഏറ്റവും ചുരുങ്ങിയത് ആ വ്യക്തിയെങ്കിലും അതറിയുന്നു.
ഹജ്ജ് ഏറെ പരസ്യത്തിലേ അത് നിർവഹിക്കാനാവൂ. ഇപ്പം അടുത്ത വർഷത്തെ ഹജ്ജിന് പോകുന്ന ആളുകൾ നമ്മുടെ മഹല്ലത്തിൽ ആരൊക്കെയുണ്ട് ഒരു പക്ഷേ ഏറെക്കുറെ നമുക്കറിയാൻ സാധിക്കും. കാരണം ഇപ്പം തന്നെ അത് പബ്ലിഷ് ആയിട്ടുണ്ടാവും അല്ലേ? മാത്രമല്ല ഹജ്ജിന് പോകുന്ന ആളുകൾ നമ്മുടെ കുടുംബങ്ങളോട് നാട്ടുകാരോടൊക്കെ യാത്ര ചോദിക്കുകയും ചെയ്യും. പിന്നെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ലക്ഷോപലക്ഷങ്ങളുടെ ഇടയിൽ വെച്ചാണ് ആ പരിശുദ്ധമായ കർമ്മം നിർവഹിക്കുന്നത്. പറഞ്ഞു വന്നത് അതൊരു രഹസ്യമായ ആരാധനാ കർമ്മമല്ല, പരസ്യമായ ആരാധനാ കർമ്മമാണ്. എന്നാൽ നോമ്പ് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യതിരിക്തമാണ്. ഒരാൾ നോമ്പുകാരനാണോ അല്ലേ എന്നുള്ളത് അദ്ദേഹത്തിനും റബ്ബിനും മാത്രമേ അറിയൂ. അങ്ങനെ അറിയാവൂ. അതാണത്. മറ്റുള്ളവർ അറിയുന്നുണ്ടാകും, അതുവരെ ഞാൻ പറയുന്നത് സൂക്ഷ്മമായിട്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുലർച്ചെ സമയത്ത് കുടുംബങ്ങളോടൊന്നിച്ച് അത്താഴം കഴിച്ചു. അങ്ങനെ ആ സഹോദരൻ കുടുംബനാഥനോ മക്കളോ ആരാവട്ടെ സുബഹി നമസ്കാരം നിർവഹിച്ച് അവർ ജോലി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ പഠന സ്ഥലത്തേക്കോ പോയി. വഴിയിൽ വെച്ച് ആരാരും അറിയാത്ത പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചൊരു ഹോട്ടൽ കണ്ടപ്പോൾ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. സന്ധ്യാസമയത്ത് മഗ്‌രിബിൻ്റെ നേരത്ത് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് കോളേജിൽ നിന്ന് വരുമ്പോൾ പ്രത്യക്ഷത്തിൽ കണ്ടാൽ നമുക്ക് ക്ഷീണിച്ച് അവശനായിട്ട് തോന്നും. വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലേ എന്ന് വീട്ടുകാർ ഒരുപക്ഷെ പറയും. പക്ഷേ അദ്ദേഹം നോമ്പ് മുറിച്ചിട്ടുണ്ടാകാം. അറിയുന്നുണ്ടോ? അറിയുന്നില്ല. അതാണ് പടച്ചവനും പടപ്പും തമ്മിലുള്ള വളരെ നിഗൂഢമായ രഹസ്യമായ ഒരു ആരാധനാ കർമ്മമാണ് നോമ്പ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, നമ്പർ 2. ഒന്ന് ഞാൻ പറഞ്ഞത് നോമ്പ് വളരെ രഹസ്യമായ ആരാധനാ കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നമ്മളോട് പറഞ്ഞത് എന്താ? തഖ്വ എന്നുള്ളത് എന്താണ്? സത്യത്തിൽ തഖ്വയുടെ കാമ്പും കാതലും എന്ന് പറയുന്നത് തന്നെ രഹസ്യം എന്നുള്ളതാണ്. അള്ളാഹുവിനെ രഹസ്യമായും പരസ്യമായും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത്, നോമ്പിനോളം ആത്മവിശുദ്ധി നൽകുന്ന മറ്റൊരു ഇബാദത്തുണ്ടോ? ഞാൻ മറ്റു ഇബാദത്തുകളെ താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല, നോമ്പിൻ്റെ വ്യതിരിക്തത ബോധ്യപ്പെടുത്താൻ പറയുകയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മാവിനെ വിമലീകരിക്കാൻ നോമ്പിനോളം പര്യാപ്തമായ വേറൊരു അമലുണ്ടോ? ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് വെറുതെ വാദിച്ചിട്ട് കാര്യമില്ല, അനുഭവത്തിൽ നമ്മൾ പഠിക്കുകയാണ്. നോമ്പ് വരുമ്പോഴേക്ക് ഒരു ആത്മീയത ഇസ്ലാമിക ലോകത്ത് തളം കെട്ടി നിൽക്കുന്നു. പള്ളികളിൽ ജനനിബിഡമാകുന്നു. പള്ളികൾ ആളുകളൊക്കെ തന്നെ ഒരു ഭയഭക്തിയോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിക്കുന്നു. ഒരു ജമാഅത്ത് നമസ്കാരത്തിന് ഒരു സഫ് മാത്രമാണ് നോമ്പിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നതെങ്കിൽ വിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ 5ഉം 6ഉം 7ഉം 8ഉം സഫുകൾ ആ പള്ളിയിൽ നിറയുന്നു. എന്തുകൊണ്ടാണത്? നോമ്പിൻ്റെ തലേ ദിവസം അയൽ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ബസ്സിനിറങ്ങിയതാണോ, ട്രെയിൻ വന്നിറങ്ങിയതാണോ? അല്ല, ഞാനും നിങ്ങളും അടങ്ങുന്ന മഹല്ല് നിവാസികളാണ്. അപ്പം എന്താണ് അതിന് കാരണം? നേരത്തെ അത്ര തിക്കും തിരക്കുമില്ലാതിരുന്ന അള്ളാഹുവിൻ്റെ ഭവനത്തിൽ തിക്കും തിരക്കും വരാൻ, ജമാഅത്തിന് ആളുകൾ വളരെ കൂടുതൽ വർദ്ധിക്കാൻ കാരണമായതെന്ത്? ബാഹ്യശക്തികളുടെ ഇടപെടലുകളാണോ? കോടതിയുടെ ഉത്തരവാണോ? സർക്കാരിൻ്റെ അനൗൺസ്മെൻറ്റ് വാഹനം പോയോ? ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വല്ലതും പോയോ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനൗൺസ്മെൻറ്റ് പോയോ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ആത്മീയത തളം കെട്ടി നിൽക്കുകയാണ്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, റമളാൻ തണൽ വിരിക്കുമ്പോൾ. എന്താണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് കുറേ പറഞ്ഞു. യുനാദി മുനാദി, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നു, യാ ബാഇയൽ ഖൈർ അഖ്ദിം അഖ്ദിം, യാ ബാഇയ ശർർ അഖ്സിർ അഖ്സിർ. അല്ലയോ നന്മ ആഗ്രഹിക്കുന്നവരെ, മുന്നോട്ട് വരൂ, മുന്നോട്ട് വരൂ. തിന്മ ആഗ്രഹിക്കുന്നവരെ, പിന്നോട്ട് പോകൂ, മാറി നിൽക്കൂ. ആരെ വിളിച്ചു പറഞ്ഞത്? അതാണ് റസൂൽ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നു. നമ്മൾ മനസ്സിലേക്ക് ആരോ ഒരാൾ ഇങ്ങനെ ഇട്ട് തരാം, ഇത് മാസം റമദാനാണ് അല്ലേ? നോക്കി നിങ്ങൾ, ഷഅബാനിൻ്റെ 29-ന് മാസപ്പിറവി കാണാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ച് നോക്കണം.
മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കോൾ, മാസം കണ്ടോ എന്ന് ചോദിക്കാറില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചോദിക്കണ്ട. കാരണം മാസം എല്ലാവരും മുകളിലും ഉണ്ടാവും ചിലപ്പോൾ. അല്ലെങ്കിൽ മാസം പ്രത്യേകിച്ച് കാണുന്ന കടലോര മേഖലയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാസം കണ്ടോ നമ്മൾ മുജാഹിദ് സെൻ്ററിലേക്കൊക്കെ വിളിച്ചു ചോദിക്കും അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്താണ് ആ ഉത്തരവാദിത്തം? മാസം നോക്കൽ. അത് വ്യക്തിപരമായിട്ടല്ല, സാമൂഹികമായിട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ആളുകൾ നമ്മളെ മനസ്സിങ്ങനെ തകണം. മാസം കണ്ടു എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം അതാ പള്ളിയിൽ തറാവീഹിന് ആളുകൾ വന്നില്ലേ? വന്നു. മാറ്റമാണിത്. നോമ്പ് നമ്മളെ പരിവർത്തിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഒന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് അടുക്കുവാൻ വിശ്വാസികൾ സകല തരത്തിലുള്ള തയ്യാറെടുപ്പുകളുമായി വരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ വചനത്തിൻ്റെ പൊരുൾ അതാണ്. ഇതെല്ലാവരും ഈ ഹദീസ് കേട്ടതാണ്, ഇനി കേൾക്കാനിരിക്കുകയാണ്. ഇദാ ജാഅ ശഹ്റു റമളാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്നു. സ്വർഗവാതിൽ തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആശയം എന്താണ്? മാസം കണ്ടാൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നതാണോ? അതിലൊരു വലിയ അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ. മുഅ്മിനുകളും മുഅ്മിനാത്തുകളും സ്വർഗ വഴി മാത്രമേ ചിന്തിക്കൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. റമളാൻ അല്ലാത്ത കാലത്ത് ഡാൻസും പാട്ടും കൂത്തും കൂത്താട്ടങ്ങളും റീലും ഒക്കെയായി നടന്നവർ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് അല്ലേ? അതെ. പിന്നെ മൊബൈലിൽ നോക്കിയിട്ട് ഓതുന്നത് ഖുർആൻ, റീല് കാണുകയല്ല. അത് കാണുന്നവരപ്പോഴും ഉണ്ടാവും. അവരെ നമുക്ക് മാറ്റി നിർത്താം. ആ ആളുകളെ, ആ ന്യൂനപക്ഷത്തെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് സംസാരിക്കാം. റമളാൻ വന്നിട്ടും ഒരു മാറ്റവും വരാത്ത ആളുകളെ പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരവരുടെ പാട്ടിന് പോകട്ടെ. അങ്ങനെയാണ് കഴിയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്നു. അപ്പം മനുഷ്യനെന്ന് പറയുന്നത് മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും സംയുക്തമാണ്. അഥവാ അവനിൽ ശരീരവുമുണ്ട്, ജസദുമുണ്ട്, ആത്മാവുമുണ്ട്. അഥവാ റൂഹുമുണ്ട്, ജസദുമുണ്ട്. ഈ റൂഹും ജസദും കൂടിച്ചേർന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. റൂഹാണ് വളരെ പരമപ്രധാനം. ജസദ് എന്ന് പറയുന്നത് ഒരു കൂടാണ്. എന്ന് പറഞ്ഞാൽ റൂഹിന് വസിക്കാനുള്ള കൂടാണ് ഈ ജസദ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആരെങ്കിലും ഒരു പക്ഷിയെ കൂട്ടിലടച്ചിട്ടുണ്ടെങ്കിൽ ആ പക്ഷി അധിവസിക്കുന്ന, അതിന് പാറിപ്പറക്കാനുള്ള കുറഞ്ഞ സ്പേസേ ഉള്ളൂ. ചെയ്യാൻ പാടില്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതിന് പാറിപ്പറക്കാനുള്ളൊരു കുടുസായ ഒരു സ്ഥലം, അതാണ് കൂട്. അതിലെ കേന്ദ്ര ബിന്ദു ആരാണ്? അതിലെ പക്ഷിയാണ്. ഇതുപോലെ ഒരു മനുഷ്യൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് റൂഹാണ്, ആത്മാവാണ്. ആത്മാവ് നമുക്ക് ആത്മീയ ലോകത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ജസദിൻ്റെ അംശം ഏതാണ്? ശരീരത്തിൻ്റെ അംശം ശുദ്ധമായ മണ്ണാണ് അല്ലേ? അതെ. ആത്മാവ് ജസദും തമ്മിലുള്ള വേർപാടാണ് മൗത്ത് എന്ന് പറയുന്നത്, മരണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്നതിനെയാണ് മരണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആത്മാവ്, റൂഹ് എവിടെയാണ് മനുഷ്യ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്? ആർക്കാ പറയാൻ പറ്റുക? ഇൻഫർമേഷൻ ടെക്നോളജി അതിദ്രുതഗതിയിൽ മുന്നോട്ട് ഗമിച്ചിട്ടും ഇന്നേ വരെ വൈദ്യശാസ്ത്രത്തിന് മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ആത്മാവ് കുടികൊള്ളുന്നത് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അങ്ങനെ എങ്ങാനും സാധിച്ചാൽ പിന്നെ വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിൽ ഒരു ആയത്തുണ്ടല്ലോ, അതിൻ്റെ പ്രസക്തി എന്തായിരിക്കും അല്ലേ? യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. റസൂലേ, അവർ നിന്നോട് റൂഹിനെക്കുറിച്ച് ചോദിക്കും, നീ പറഞ്ഞു കൊടുക്കൂ റസൂലേ. എന്ത്? അതിനെക്കുറിച്ച് എൻ്റെ റബ്ബിനാണ് അറിയുക, നിങ്ങൾക്ക് നാം വളരെ പരിമിതമായ വിജ്ഞാനമേ തന്നിട്ടുള്ളൂ. അതാണ്. അപ്പോൾ റൂഹ് പോയി എന്ന് പറയും. ഡോക്ടർമാർ പറയും കഴിഞ്ഞിക്കണം, നിങ്ങൾ കൊണ്ടുപോയിക്കോളി, അത്രേ പറയുള്ളൂ. പോയത് എവിടെ പോയത് എന്താന്ന് സാറേ ഒന്ന് കാണിച്ചു തരില്ല. CT സ്കാനിൽ കാണൂല, MRIയിലില്ല, എക്സ്റേയിലില്ല, എൻഡോസ്കോപ്പിക്കില്ല, ഒന്നിലും കാണുന്നില്ല. ഒരു അത്ഭുതമല്ലേ അത്? ഇതാണ് ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നും അമാനുഷിക ഗ്രന്ഥമാണെന്നും ഇപ്പോഴും നമുക്ക് നെഞ്ചൂക്കോടുകൂടി പറയാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്,
റൂഹിൻ്റെ ആത്മാവിൻ്റെ വിമലീകരണമാണ് നോമ്പിൻ്റെ സുപ്രധാനമായ ലക്ഷ്യം. റൂഹ് നമ്മിൽ നിന്ന് പോയാൽ നമ്മുടെ ഈ ജസദ് ഒന്നും നിർവഹിക്കില്ല. കണ്ണുണ്ട്, കാണുമോ ഇല്ല. കൈകളുണ്ട്, ചലിക്കാൻ കഴിയുമോ ഇല്ല. ആരെങ്കിലും ഒന്ന് ഉയർത്തി കൊടുത്താൽ ഇങ്ങനെ ഉയർന്നു പോകും. കൈ വിട്ടാൽ താന്ന് അവിടെ കിടന്നു. കാലുകളുണ്ട്, സഞ്ചരിക്കാൻ പറ്റുമോ ഇല്ല. റൂഹ് മരിച്ച മയ്യത്ത് ഇങ്ങനെ കിടക്കുന്നു, പിന്നെ ഒന്നുമില്ല. അത് കൂടുതൽ സമയമില്ല. 2 ദിവസം പിന്നിടുമ്പോഴേക്ക് ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. എന്തേ സംഭവം? റൂഹ് പോയി. റൂഹിനെ കൊണ്ടുപോകാൻ ആത്മീയ ലോകത്ത് നിന്ന് അള്ളാഹു അയച്ച മലക്കുകൾ വന്നു. മലക്കുകളെയും കണ്ടിട്ടില്ല നമ്മൾ, റൂഹിനെയും കാണുന്നില്ല. പക്ഷെ സംഗതി പോയിട്ടുണ്ട്, ഉറപ്പല്ലേ? അപ്പോൾ മലക്കുകൾ ഉണ്ടെന്നും മലക്കുകൾ വന്നു എന്നും, അത് നഫ്സുൻ ത്വയ്യിബയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തുകിലാടയിൽ ആത്മാവിനെ വെച്ച് അവർ യാത്രയായെന്നും ഒരുറപ്പാണത്. നേരെ മറിച്ച് നഫ്സുൻ ഹബീസയാണെങ്കിൽ അതിൻ്റെ വേദനകളും പ്രയാസങ്ങളും ദുർഗന്ധം വമിക്കുന്ന ആത്മാവായിരിക്കുമെന്നും നമ്മൾ പഠിച്ചതാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ഈ മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും സംയുക്തമായ മനുഷ്യനിൽ ശരീരത്തിൻ്റെ ഇച്ഛകളുമുണ്ട്, ആത്മാവിൻ്റെ പ്രേരണകളുമുണ്ട്. ആത്മാവിൻ്റെ പ്രേരണകൾക്ക് പ്രാമുഖ്യം കൊടുക്കാനുള്ള ഇബാദത്താണ് നോമ്പ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ആത്മാവും ശരീരവും തമ്മിലുള്ള സംഘട്ടനം നടക്കുന്നുണ്ടായി നമ്മൾ അറിയണില്ല. അപ്പം നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് സംഘട്ടനം എന്ന്. ശരീരം അതിൻ്റെ കേന്ദ്രം, ശരീരത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇച്ഛകളാണ്, ഷഹവാത്തുകളാണ്, താല്പര്യങ്ങളാണ്. തിന്നുക, കുടിക്കുക, സുഖിക്കുക, രമിക്കുക, ആനന്ദിക്കുക, ആഹ്ലാദിക്കുക, അതിനുള്ള വഴികളാണ് ശരീരം തേടിപ്പോകുന്നത്. ശരീരത്തിൻ്റെ ആവശ്യം അതാണ്. ശരീരത്തിൻ്റെ ആവശ്യം അധികരിക്കുമ്പോൾ അവിടെ ആത്മാവിൻ്റെ പ്രേരണകൾ ദുർബലമാകും. മനുഷ്യൻ ആരായി മാറും? മൃഗത്തെ പോലെയാകും. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞതുപോലെ, വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വൽ ലഹും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആസ്വദിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, കാലികൾ തിന്നുന്നത് പോലെ. ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പക്ഷികളൊക്കെ സുബഹിയുടെ സമയത്ത് കൂട്ടിൽ നിന്ന് പറന്ന് അന്നം തേടി പോകുന്നു. മൃഗങ്ങളാകട്ടെ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിന്നുന്നു. ഹലാല് ഹറാമ് എന്നൊന്നുമില്ല. ഇതുപോലെ മനുഷ്യരിൽ ചില ആളുകൾ ലക്ഷ്യമില്ലാതെ ജീവിക്കണം. അവർക്ക് കുറെ തിന്നണം, കുടിക്കണം, സുഖിക്കണം, രമിക്കണം, ആഹ്ലാദിക്കണം, ആനന്ദിക്കണം, ഇതൊക്കെ തന്നെയാണുള്ളത്. വേറെ താൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്? തന്നെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ ആരാണ്? എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്, ലക്ഷ്യമെന്ത്, ഉദ്ദേശമെന്ത്? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ ഈ യാത്രയുടെ അവസാനം എവിടെയാണ്? ഈ അവസാനിക്കുന്നതോടുകൂടി, ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതോടുകൂടി എൻ്റെ ജീവിതം അവസാനിക്കുന്നുണ്ടോ? മറ്റൊരു ജീവിതം എനിക്കുണ്ടോ? ഇതിനെപ്പറ്റിയുള്ള ഒരു ചിന്തയില്ലാതെ എങ്ങനെ ജീവിക്കാം? അവസാനം മലക്കുൽ മൗത്ത് വരുമ്പോൾ പറയുന്നത്, റബ്ബിർജിഊൻ, എന്നെ നീ ഒന്ന് തിരിച്ചയക്കണേ. ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ വീഴ്ച വരുത്തിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ എനിക്കൊരല്പസമയം താ എന്ന് പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്ക് പോകല്ല. അപ്പം നമ്മൾ ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി അതിൻ്റെ ഇച്ഛകളുടെ പിന്നാലെ പോകുമ്പോൾ ആത്മാവിൻ്റെ ചോദനകളെയും പ്രേരണകളെയും നമ്മൾ മറന്നു കളയുന്നു. അതാണ് മഹാനായ അബ്ദുൽ ബാരി റഹിമഹുല്ല പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മനുഷ്യൻ ഇന്ന് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യകളുടെയും ഉന്നതിയിലാണ്. നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും ഉച്ചിയിലാണ് അവൻ. എന്നിട്ടും ചക്കാട്ടുന്ന കഴുതകളെപ്പോലെയോ നിലം ഉഴുതുമറിക്കുന്ന കാളകളെപ്പോലെയോ ആണ് അവൻ്റെ ജീവിതം. ഡൈനിങ് ടേബിളിനും ലാട്രിനും ഇടയിൽ അവൻ്റെ ജീവിതം കറങ്ങുകയാണ്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യനെ നോമ്പ് വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? അല്ലയോ മനുഷ്യ, പരിചിതമായ അഭിരുചികളിൽ നിന്ന് നീ വിട്ടുനിൽക്കൂ. എന്താണ് പരിചിതമായത്? നമ്മളെ നേരത്തുള്ള പല ആദത്തുകളും നീ ഒഴിവാക്കൂ. ആമാശയത്തിന് വിശ്രമം നൽകൂ, ആത്മസായുജ്യം നേടൂ,
അള്ളാഹുവിൻ്റെ വാതിൽ തുറന്നിട്ട സ്വർഗവാതിലുകളിലേക്ക് പാഞ്ഞെടുക്കൂ. കൊട്ടിയടക്കപ്പെട്ട നരകവാതിലുകളോട് നീ വിട ചൊല്ലൂ. മനുഷ്യ, നിന്റെ പരമവഞ്ചകനായിട്ടുള്ള ചെകുത്താനെ പടിക്ക് പുറത്തു നിർത്തൂ. ഇതാണ് മനുഷ്യനോട് നോമ്പ് പറയുന്നത്. സത്യത്തിൽ ഞാനും നിങ്ങളും കഴിഞ്ഞ ഒരുപാട് റമദാനിൽ ഇത് അനുഭവിച്ചറിഞ്ഞതാണ്. ഇനി ഇൻഷാ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അനുഭവിക്കാൻ പോവുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം റമദാൻ അല്ലാത്ത കാലത്ത്, ഇപ്പം നമ്മൾ ഉദാഹരണം തന്നെ നാളെ പുലർച്ചെ ഒരു 3:30-4 മണി സമയത്ത് നമ്മളെ ഉമ്മയോ പെങ്ങളോ നമ്മളെ വിളിച്ചുണർത്തുകയാണ്, എഴുന്നേൽക്ക് വന്ന് ഭക്ഷണം കഴിക്കും. നമ്മൾ എന്താ സമയത്ത് പറയാം? ഉമ്മ നിങ്ങൾക്ക് എന്തേ ഈ സമയത്ത് എന്താ, ആരാണ് വന്ന് ഭക്ഷണം കഴിക്കുക? അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുമോ? എന്താ ഇപ്പം നിങ്ങൾ പറയണത് എന്ന് പറയില്ലേ നമ്മൾ? അതെ, റമദാനിൻ്റെ അമ്പിളിക്കല പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 4 മണിക്ക് നമ്മളെ ഉമ്മയോ പെങ്ങളോ വന്ന് നമ്മളെ വിളിക്കുകയാണ്, മോനെ വന്ന് ഭക്ഷണം കഴിക്കും. നമ്മൾ വരുന്നു, എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇന്നലെ പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ ആര് ഭക്ഷണം കഴിക്കാനാണ് ഈ നേരത്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ശീലങ്ങളെ മാറ്റിമറിക്കുന്നു, ശീലങ്ങളോട് വിട പറയുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. എൻ്റെ സഹോദരിമാരോട്, ഇവിടെ സഹോദരിമാരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, റമദാൻ അല്ലാത്ത കാലത്ത് നമ്മുടെ സഹോദരിമാർ വീടിൻ്റെ അടുക്കള തുറക്കൽ എപ്പോഴാണ്? സുബഹി നമസ്കാരം കഴിഞ്ഞ് നല്ല ദീനി ബോധമുള്ള കുടുംബമാണെങ്കിൽ ഖുർആനൊക്കെ ഒന്ന് ഓതി എന്നിട്ട് അടുക്കള തുറക്കാൻ പോകും. റമദാൻ വന്നു അടുക്കള ക്ലോസ് ചെയ്യുന്നു. സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോൾ, സുബഹിയുടെ ബാങ്ക് കേൾക്കുന്ന 10-15 മിനിറ്റുകൾക്ക് മുമ്പ് അടുക്കള ക്ലോസ് ചെയ്തു, ലൈറ്റ് അണച്ചു, പിന്നെ തുറക്കണില്ല. എന്തേ? നേരത്തെയുള്ള 11 മാസത്തെ ശീലത്തെ മാറ്റാൻ നമുക്ക് സാധിച്ചില്ലേ? സാധിച്ചു. ഇവിടെ റമദാൻ ഒരു കാര്യം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യ, നിനക്ക് പറ്റില്ല എന്നും എന്നെ കൊണ്ടൊരിക്കലും അത് സാധ്യമല്ല എന്നും നീ പറഞ്ഞ പലതും നിനക്ക് സാധ്യമാണ് എന്ന് ഞാനിതാ തെളിയിക്കാൻ പോവുകയാണ്. ആരാ പറയണത്? നോമ്പ് നമ്മളോട് പറയുന്നു. ഒരു എക്സാമ്പിൾ കൂടി പറയാം. പുകവലിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം നമ്മുടെ കൂട്ടത്തിൽ. അവർ ഇതൊരു ആദത്തായി, ഹാബിറ്റായി സ്വീകരിച്ചിട്ടുണ്ടാകാം. അസുഖം വന്നു, ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, പുക വലിക്കാറുണ്ടോ? ഓ ഉണ്ട് സാറേ. എത്ര പാക്കറ്റ്? 2 പാക്കറ്റ്. അപ്പോൾ 20 സിഗരറ്റ് വലിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഞാൻ വലിക്കണവരെ കുറ്റം പറയാനോ അപമാനിക്കാനോ ഒന്നും അല്ല കേട്ടോ. ഞാൻ നമ്മളെ മനസ്സിലേക്ക് നോമ്പ് നൽകുന്ന സന്ദേശം എന്താണെന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അതൊന്ന് നിർത്തണം. നമ്മൾ ഒരുപക്ഷെ ഡോക്ടറോട് പറയും, സാറേ അത് നിങ്ങൾ എന്നോട് പറയരുത്, അതെന്നെ കൊണ്ടാവില്ല, അതെൻ്റെ ഹാബിറ്റായിരുന്നു പറയും. റമദാൻ വന്നു, സിഗരറ്റിൻ്റെ പാക്കറ്റ് പോക്കറ്റിലുണ്ട്. റമദാനിൻ്റെ പകലിൽ വലിക്കോ? ഒരു സിഗരറ്റ് എടുക്കോ? ഇല്ല. ആരാരുമില്ലാത്ത സന്ദർഭത്തിൽ പോലും ഒന്ന് സിഗരറ്റ് വലിക്കാൻ ശ്രമിക്കുമോ? വലിക്കില്ല. ഇന്നലെ ഡോക്ടറോട് എന്താ പറഞ്ഞത്? എനിക്ക് ആ സമ്പ്രദായം മാറ്റാനാവില്ല എന്ന്. നിങ്ങൾ മാറ്റാനാവില്ല എന്ന് പറഞ്ഞത് മാറ്റാൻ കഴിയുമെന്ന് ആര് നമ്മളെ പഠിപ്പിച്ചു? അതാണ് നോമ്പ്. ഞാനതാ പറയണേ, ഇതിനേക്കാളും ഭക്തി തരുന്ന ഒരു ഇബാദത്ത് വേറെ ഇല്ല. തെറ്റിദ്ധരിക്കരുത് പ്രിയമുള്ളവരെ, മറ്റു ഇബാദത്തുകളുടെ തരം താഴ്ത്താനല്ല, പ്ലീസ്. ഞാൻ നമ്മളെ വിഷയം അതായതുകൊണ്ട് അതിൻ്റെ വ്യതിരിക്തത പറയണം. ശീലങ്ങളോട് നമ്മൾ വിട പറയുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലുത്. ചില ആളുകൾ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ മക്കാനയിൽ പോയി ഒരു ചായയും പുട്ടുമൊക്കെ തിന്നു. ചിലപ്പോൾ അത് നിർത്താൻ കഴിയില്ല, ചിലർ അത് പതിവാക്കിയാൽ അങ്ങനെയാണ്. ചില ആളുകൾ നാസ്തക്ക് വിളിച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റിന് 7 മണിക്ക് 6 മണിക്കൊക്കെ വിളിച്ചാൽ, നമുക്ക് പറ്റണ കാര്യമല്ല അത്. എൻ്റെത് 9 o'clock 9 മണി എന്ന് പറയും. ഏത് ബ്രേക്ക്ഫാസ്റ്റിന്? റമദാൻ വന്നു, നമ്മൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു സമയം തിരഞ്ഞെടുക്കുന്നുണ്ടോ? ഇല്ല. ശീലങ്ങളെ മാറ്റുന്നു റമദാൻ. ഞാൻ പറയുന്നത് ഇതാണ് പ്രിയമുള്ളവരെ, റമദാൻ എന്ന് പറയുന്നത് ഒരു ആത്മീയ വിദ്യാലയമാണ്. ഏത്? ഒരു ആത്മീയമായ സ്കൂളാണ് റമദാൻ. അതിലെ ആ വിദ്യാലയത്തിലെ ശിഷ്യന്മാരാണ് ഞാനും നിങ്ങളും എല്ലാവരും. നമ്മുടെ അധ്യാപകൻ എന്ന് പറയുന്നത് സൗമാണ്, നോമ്പാണ്. ആ നോമ്പ് പറയുന്നത് കൃത്യമായി നമ്മൾ അനുസരിക്കുന്നു. ആരൊക്കെയെന്നറിയാം അതിൽ ശിഷ്യന്മാരായിട്ടുള്ളത്?
ഹാദിമുൽ ഹറമൈൻ എന്ന് സിഫത്ത് നൽകുന്ന സൗദി അറേബ്യയിലെ രാജകുമാരൻ ഉണ്ട് അല്ലേ? അതെ. സ്വർണക്കരണ്ടിയിൽ ജീവിക്കുന്ന, കനകസിംഹാസനത്തിൽ കഴിയുന്ന അറബ് നാടുകളിലെ രാജാക്കന്മാരും രാജ്ഞികളുമുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കഴിയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് അംഗീകരിച്ച പാവപ്പെട്ട മനുഷ്യനുണ്ട്. കറുത്ത കരിക്കട്ട പോലുള്ള ബിലാലിനെ പോലുള്ള അതിൻ്റെ അടിമകളുണ്ട്, അവരെ പോലുള്ള അടിമകളുണ്ട്. എല്ലാവരും നോമ്പിൽ പങ്കെടുക്കണം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ വിശപ്പിനെ പറ്റി പ്രസംഗിക്കാൻ എളുപ്പമാണ്. വിശപ്പ് അങ്ങനെ അങ്ങനെ നമ്മൾ ഗസ്സനെ പറ്റിയൊക്കെ പലരും പറയില്ലേ? ഗസ്സ നമ്മളെ ഒരു വികാരമാണത്. ചിലർ ആ വികാരത്തെ ചൂഷണം ചെയ്യാറുണ്ട്, അത് വേറെ കാര്യം. ഗസയിലെ പട്ടിണി പാവങ്ങളതാ അങ്ങനെ എങ്ങനെ എന്നറിഞ്ഞു. എനിക്കും നിങ്ങൾക്ക് ഒരു തുള്ളി, ഒരു കുപ്പി വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരിക്കണം അല്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ വിചാരിച്ചാൽ കഴിയുമോ? ഞാൻ വിചാരിക്കുകയാണ് 10 റുപ്യൻ്റെ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ട് ഗസയിൽ പട്ടിണി കിടക്കുന്ന ആ സാധു ഹൃദയങ്ങൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ സമ്മതിക്കുമോ ഗവൺമെൻറ്? കൊടുക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് പട്ടിണിയെക്കുറിച്ച് പ്രസംഗിക്കാൻ ഒരു പ്രഭാഷകന് എളുപ്പമാണ്, നിങ്ങളെ ജാഗരം കൊള്ളിക്കാം. ഒരു എഴുത്തുകാരന് നല്ല ലേഖനം എഴുതാൻ സാധിക്കും, അതും എളുപ്പമാണ്. ഒരു കവിക്ക് മനോഹരമായി പട്ടിണിയെക്കുറിച്ച് കവിത രചിക്കാൻ സാധിക്കും. ഒരു നർത്തകിക്ക് ഒരു പക്ഷെ പട്ടിണിക്കോലം കെട്ടി ഇവിടെ ഡാൻസ് കളിക്കാൻ സാധിച്ചെന്ന് വരും. പട്ടിണി എന്നുള്ളത് ഒരു വികാരമാണ്, അത് അനുഭവിച്ചറിയേണ്ടതാണ്. ഇസ്ലാം നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്കാണ്. കനകസിംഹാസനത്തിൽ കഴിയുന്ന മനുഷ്യൻ, വിശ്വാസിയും ദാരിദ്ര്യത്തിൻ്റെ ഉഗ്ര താണ്ഡവമേറ്റ് പിടയുന്ന കുടുംബത്തിലെ അംഗങ്ങളും ഈ നോമ്പിൽ പങ്കെടുക്കുന്നു. ചില മതങ്ങളിലൊക്കെ VIP ക്യൂ ഉണ്ടാകാറുണ്ട്. ഞാൻ പറയുന്നത് മതത്തെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ല. ചില അവരുടെ പുണ്യ കേന്ദ്രങ്ങളിലേക്ക് VIP-കൾ വന്നാൽ VIP ക്യൂ ഉണ്ട്. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ക്യൂ സമ്പ്രദായം ഇല്ല, എല്ലാവരും ഒരുപോലെയാണ്. അത് ജമാഅത്ത് നിസ്കാരത്തിൽ അങ്ങനെ തന്നെ. ഇപ്പം നമ്മളെ ഒരു പള്ളിയിൽ ഇമാമ്, ആ ഇമാമ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നില, സൗന്ദര്യം ഇതൊന്നുമല്ല നോക്കണത്. ഇമാം ആരാണ് അവരെ അനുകരിക്കുകയാണ് അല്ലേ? അതെ. ഒരു നീഗ്രോയായ ഒരടിമ ഇവിടെ നിസ്കരിക്കുന്നുണ്ട് 1ാമത്തെ സഫിൽ. അയാൾ ആദ്യം വന്ന ആളാണ്, അപ്പോൾ അയാൾ 1ാമത്തെ സഫിൽ ഉണ്ട്. പിന്നെ വന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മളെ നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്, മുസ്ലിമാണെന്ന് കൂട്ടൊരു വിശ്വാസിയാണെന്ന് സങ്കല്പിക്കും. അദ്ദേഹം എവിടെ നിൽക്കണം? അയാളെ തൊട്ട പിന്നിൽ. ഇയാൾ സുജൂദിലേക്ക് പോയപ്പോൾ കാലിൻ്റെ അടുത്താണ് മറ്റാൾ എന്ത് ചെയ്യണത്? തല വെക്കണത്. ഇസ്ലാമിലെ സമത്വം നോക്കണം നിങ്ങൾ. അപ്പോൾ ഇബാദത്തുകളൊക്കെ അങ്ങനെയാണ്, ആരാധനാ കർമ്മങ്ങൾ. നോമ്പ് അങ്ങനെയാണ്, മനുഷ്യൻ്റെ ശീലങ്ങളെ മാറ്റി നിർത്തുന്നു. ഇസ്ലാമിലുള്ള ഈ വിശപ്പ് എന്ന് പറയുന്നത് അനുഭവിച്ച് അറിയാൻ പറ്റുന്നു. ഇനി 5ാമത്തെ കാര്യം ഇതാണ്. ആഹാരപാനീയങ്ങളുടെ സഞ്ചാരപാതകളെ തടുക്കുക വഴി പിശാചിൻ്റെ സഞ്ചാരപാതയെ തടുക്കാൻ നോമ്പ് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതെങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എപ്പോഴും പിശാച് വഴിമുടക്കും അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ പള്ളിയിലും പിന്നെ ളുഹറിൻ്റെ മുമ്പായിട്ടൊരു ക്ലാസ് കേട്ടു. വീട്ടിൽ ക്ഷീണിച്ച് അവശനായി എത്തിയതാണ്, വിശക്കുന്നുണ്ട് വല്ലാതെ, ചുണ്ടുകളൊക്കെ ആകെ വാടിത്തളർത്തിട്ടുണ്ട്, തൊണ്ട വറ്റിയിട്ടുണ്ട്. വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല, നമ്മൾ തനിച്ചാണ്. ആ സമയത്ത് ഫ്രിഡ്ജൊന്ന് വെറുതെ തുറന്നു നോക്കിയതാണ്, കൊടും ചൂടുണ്ട്. അപ്പോൾ ഇന്നലെ കുടിച്ച ജ്യൂസ് ബാക്കിയുണ്ട്, അത് കുപ്പിയിലാക്കി ഭദ്രമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ജ്യൂസ് കുടിച്ചാൽ ആരും അറിയാൻ പോണില്ല. ശൈത്താൻ പറയും, കുടിച്ചെടുത്തിപ്പോൾ ആര് കാണാനാണ്, ഒരു മുറുക്ക് കുടിച്ചോ എന്ന് പറയും. നമ്മളെന്താ സമയത്ത് പറയാം? പോട പിശാചെ, ഇത് മാസം റമദാനാ, ഞാൻ നോമ്പ് വറ്റാൾ, എൻ്റെ നോമ്പ് മുറി. അതിനിവിടെ ആരാ കാണാനുള്ളത്? ആരും കാണുന്നില്ലെങ്കിലും കാണേണ്ടവൻ ഇത് കാണുന്നുണ്ട്. ഇതിനാണ് പറയുന്ന പേരേത്? തഖ്വ എന്ന്. വിശുദ്ധ ഖുർആൻ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ വചനം അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാം, ലഅല്ലക്കും തത്തഖൂൻ,
നോമ്പിൻ്റെ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് 187 വചനം അവസാനിപ്പിക്കുന്നത് ലഅല്ലക്കും തത്തക്കൂൻ. ഇതിൻ്റെ ആകെ തുക, ഇതിൻ്റെ തുടക്കം, ഒടുക്കം, മർമ്മം തഖ്വയാണ്. അപ്പോൾ പിശാചിനെ മാറ്റി നിർത്തുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥവും പൊരുളും. സ്വഫദത്തി ഷയാത്തീൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവരെ ചങ്ങലക്കിടുക എന്നുള്ള അർത്ഥമല്ല. പിശാചിന് വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ 4 അയലത്തേക്ക് കടന്നു വരാൻ കഴിയില്ല. തികച്ചും നിരാശനായിരിക്കും. നമ്മളെ പരമവഞ്ചകനോടുള്ള അതിശക്തമായ പോരാട്ടത്തിലായിരിക്കും വിശ്വാസികൾ. ഇനി ഇത് പരിശുദ്ധ റമളാൻ മാസം എന്ന് പറയുന്നത് തിന്മകൾക്കെതിരെ പടനയിക്കാനുള്ള ഊർജവും അതിനുള്ള ശക്തിയും സംഭരിക്കലാണ്, സമ്പാദിക്കലാണ് നോമ്പിൻ്റെ മറ്റൊരു ലക്ഷ്യം. അപ്പം നോമ്പിലൂടെ ആർജിച്ചെടുക്കുന്നത് ഈ തഖ്വയാണ്. അതിന് ഞാൻ 2 ഉദാഹരണം കൂടി പറഞ്ഞ കാര്യം വളരെ വ്യക്തമാകും. ഇപ്പോൾ ഉദാഹരണം, റമളാൻ മാസത്തിൽ നമ്മൾ നോമ്പിൻ്റെ എല്ലാ ഇതിനുണ്ടല്ലോ ആത്മീയവും ബാഹ്യവുമായിട്ടുള്ള വശം. നമസ്കാരത്തിനുണ്ട് അതിൻ്റെ ആ ബാഹ്യമായ വശം. വുളു എടുക്കുന്നു, ഇവിടേക്ക് വരുന്നു, നമ്മൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. പക്ഷേ അതിൻ്റെ ആന്തരിക വശം എന്താണ്? ആന്തരികം, ബാഹ്യവും വേണം, ആന്തരികം എന്താണ്? ആന്തരിക വശം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ നമുക്ക് എന്തുണ്ടാകണം? ഖുശൂ ഉണ്ടാകണം, അല്ലേ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അല്ലേ? ഖുശൂഇനെ പറ്റിയല്ലേ പറയുന്നത്? അതെ. അപ്പം നമസ്കാരത്തിൽ നമുക്ക് എന്ത് വേണം? ഖുശൂ വേണം. അപ്പം നമസ്കാരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഭയഭക്തിയാണ്, ഖുശൂ. ഇതേപോലെയാണ് നോമ്പിൻ്റെ ആത്മീയമായ ഭാവത്തിന് പോറലേൽക്കാനേ പാടില്ല. നോമ്പിനുണ്ട് ബാഹ്യവശവും ആന്തരിക വശവും. ബാഹ്യവശം എന്താണ്? തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, സ്വന്തം ഇണയെപ്പോലും പ്രാപിക്കാൻ പാടില്ല. ഇതൊക്കെ നോമ്പിൻ്റെ ബാഹ്യമായ ഘടകങ്ങളാണ്. ഇതിൻ്റെ ആന്തരിക ഘടകങ്ങൾ എന്താണ്? ആന്തരിക ഘടകം എന്ന് പറഞ്ഞത്? തിന്മകളൊന്നും ചെയ്യാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആ ഹദീസ് നിങ്ങൾക്ക് സുപരിചിതമാണ്, പക്ഷെ വിഷയം അതായതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഒരു മനുഷ്യൻ നോമ്പുകാരനായാൽ ഫലാ യർഫസു വലാ യസ്ഹബു, അല്ലേ? അവൻ ഒരിക്കലും അശ്ലീലങ്ങളിലേക്ക് പോകരുത്. നോമ്പ് വറ്റിക്കണം, പക്ഷെ എല്ലാ അശ്ലീലങ്ങളും ഉണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? എല്ലാ വേണ്ടാത്തരങ്ങളും ഉണ്ടെന്ന്. ഏഷണിയും പരദൂഷണവും അസൂയയും പകയും വിദ്വേഷവും അങ്ങനെ കുടിലത കൂടുകെട്ടിയ ഒരു മനസ്സ്. പുറത്തേക്ക് നോമ്പുകാരനാണ്, തുപ്പിടുണ്ട്, ഇങ്ങനെ തുപ്പിനുണ്ട്, നിൽക്കാതെ തുപ്പ് തന്നെ. ഈ തുപ്പൽ എന്ന് പറഞ്ഞാൽ തന്നെ ഉമിനീരാണ്. ഇത് ഇറക്കാനുള്ളതാണ്, തുപ്പാനുള്ളതല്ല. നിങ്ങൾക്കറിയാലോ, പള്ളീൻ്റെ മുന്നിലൊക്കെ നോമ്പായി കഴിഞ്ഞാൽ ഈച്ചകൾ ഇങ്ങനെ ആർക്കും എന്താ സംഭവം അങ്ങനെ അതിനായിട്ട് പ്രത്യേക കോളാമ്പിയും വെച്ചിട്ടുണ്ടാവും. മുമ്പൊക്കെ ഇപ്പം പിന്നെ അത്ര ഇല്ല. ഇതിങ്ങനെ തുപ്പി തൊണ്ട വറ്റി വരണ്ട്, ഇനി വെയ്യോ കാറിന് അവസാനം കാറിയിട്ട് പിന്നെ വരല് ബ്ലഡാവും. ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമല്ലത്. ഇത് ഉമിനീരിറക്കാൻ അള്ളാഹു പറഞ്ഞാണ്. കഫം തുപ്പി ഒഴിവാക്കണം, അത് ശരിയാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും നമ്മൾ സൂക്ഷ്മത പാലിക്കുന്നു. വുളു എടുക്കുമ്പോഴൊക്കെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്നു നമ്മൾ. കാരണം ഒരു തുള്ളി പോകാൻ പാടില്ല, നോമ്പ് മുറിഞ്ഞു പോകും. ശരിയാണ്. ബാഹ്യമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നു നമ്മൾ. ഭക്ഷണം കഴിക്കണില്ല, വെള്ളം കുടിക്കണില്ല, ആരും ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യുന്നില്ല. ആന്തരികമായ വശം വലാ യർഫസു വലാ യസ്ഹബു, ബഹളം വെക്കാൻ പാടില്ല, ആൾക്കാരായിട്ട് വർത്താനം. നോമ്പാണ്, അപ്പോൾ ചിലവർക്ക് വേഗം ചൂടാവും. ചില മുസ്ലിങ്ങൾ തന്നെ പറയാനുണ്ട്, മുസ്ലിങ്ങളോട് ഇനി ഒരു മാസം സൂക്ഷിച്ച് നിൽക്കണം കേട്ടോ, അറ്റിങ്ങൾക്ക് പെട്ടെന്ന് ചൂടാവുന്നു. ഈ ബഹുസ്വര സമൂഹത്തിലൊക്കെ ഇത് പെട്ടെന്ന് ഏഷിക്കളയും. അപ്പോൾ എന്താ വെച്ചാൽ ഓൽക്ക് തന്നെ ഒരു തോന്നൽ, ഇറ്റിങ്ങൾക്ക് ഇനി ചൂടാകണ മാസമാണ്, പട്ടിണി അടക്കല്ലേ, അപ്പോൾ അങ്ങനെയെന്നുള്ളത്. നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നോമ്പുകാരനായിട്ട് ബഹളം വെക്കരുത്, വഴക്കടിക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ട്. പള്ളിയിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും ചിലപ്പോൾ നോമ്പിന് മാത്രം വരുന്നവരാ, ഇതെന്താ ഇവിടെ അങ്ങനെ, ഇവിടെ അങ്ങനെ കൊങ്ങനെ, ഇവിടെ ഒന്നും ഇങ്ങനെ വല്ല പള്ളി ഒന്നുകൂടി വികസിപ്പിക്കണം, നമുക്ക് വേണ്ടതുപോലെയൊക്കെ ചെയ്യണം അല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ കാരണം മുമ്പ് പറഞ്ഞതിൽ കാര്യം ഉണ്ടാവും, പള്ളി നിറഞ്ഞിട്ട് സ്ഥലമില്ല, അപ്പോൾ പുറത്തേക്ക് റമദാൻ കഴിഞ്ഞ ഉടനെ ചെയ്യണം, പിന്നെ തിരിയിട്ട് എറിഞ്ഞാൽ ഓലയും കാണൂല, ഒന്നും കാണൂല, അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, വെറുതെ ബഹളം ഉണ്ടാക്കാനും ഒച്ച ഉണ്ടാക്കാനും അടിപിടി കൂടാനും ഇതൊന്നും പാടില്ല എന്ന് റമദാനിൽ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി റസൂൽ പറയണ കാര്യം നോക്കി നിങ്ങൾ, വൈൻ സാബഹു അഹദുൻ ഔ ഖാതലഹു, നമ്മൾ വളരെ നോമ്പിൻ്റെ മര്യാദ
100% പാലിച്ച് ഭക്തിയോടുകൂടി ജീവിക്കുകയാണ്. ഭക്തിയോടുകൂടി നോമ്പിനെ കാണുന്നു രാവും പകലൊക്കെ. പക്ഷെ നമ്മളടുത്തേക്ക് ഒരാൾ ഇങ്ങോട്ട് വേറൊരാളെ പറ്റി കുറ്റം പറഞ്ഞിങ്ങോട്ട് വരുന്നു. മറ്റാളുണ്ടല്ലോ, നമ്മളങ്ങനെയുള്ള 2 ആളുണ്ടെങ്കിൽ 3-ാമത്തെ ആളെ പറ്റിയാണ് നമ്മൾ കുറ്റം പറയാം, 3 ആളുണ്ടെങ്കിൽ 4-ാമത്തെ ആളെ പറ്റി നമ്മൾ കുറ്റം പറയും. അയാളെ അങ്ങനെ ഒരാൾ നമ്മളായിട്ട് പറയാൻ വന്ന് നമ്മളെന്തായി തന്നെ അതിന് ഓശാന പാടലാണോ, അതിനെ പോസിറ്റീവായിട്ട് കാണണോ, അതിന് കൈയടിക്കലാണോ, അയാളെ പ്രോത്സാഹിപ്പിക്കലാണോ വേണ്ടത്? ഫക്കുൽ, നീ പറയണം, ഇന്നി സ്വായിമുൻ, സുഹൃത്തെ ഞാൻ പൻ്റെ ഏഷണി കേൾക്കാനും പരദൂഷണം കേൾക്കാനും അസൂയ പറയാനും കുറ്റും കുറവും പറയാനും കേൾക്കാനുള്ള ആളല്ല, ഞാൻ നോമ്പുകാരനാണ്, ഇതൊന്നും ഉണ്ടാക്ക്, മാന്യമായിട്ട് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ കാത്തലഹു, ഞാൻ എന്നോട് പോരാടാൻ വന്നു, ഇജ്ജ് നല്ല സാധുവായിട്ട് ഭക്തിയോടുകൂടി ഇരിക്കണം, ഒരാൾ തല്ലാൻ വേണ്ടി വന്നു, എൻ്റെ മാറ് പിടിച്ച് മൂക്ക് തോണ്ടി, ഇതങ്ങോട്ട് തോണ്ടാൻ പറ്റുമോ, അടിക്കാൻ പറ്റുമോ, ഇടിക്കാൻ പറ്റുമോ? പറ്റൂല. ഫക്കുൽ, നീ പറയൂ, ഇന്നി സ്വായിമുൻ, സുഹൃത്തേ ഞാനൊരു നോമ്പുകാരനാണ്, ഇപ്പം ജിന്നായിട്ടൊന്നും വരല്ല. അപ്പോൾ 2 കൈ ഇങ്ങനെ കൊട്ടുമ്പോഴാണ് ഒച്ച ഉണ്ടാകുക, മറ്റവൻ അടിച്ചു പോയിക്കോട്ടെ എന്ന്. നിങ്ങളൊന്നും ചെയ്യരുത്. ഇത്രയും ഭക്തിപൂർവ്വം നോമ്പ് നിർവഹിക്കാൻ എന്താ കാരണം? നോമ്പിൻ്റെ ആത്മീയ ഭാവത്തിന് പോറലേൽക്കുന്ന പുഴുക്കത്തേൽക്കുന്ന ഒന്നും വരാൻ പാടില്ല. അപ്പം നമ്മൾ ചോദിക്കും എന്താ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ വന്നാലും ചില ഉദാഹരണങ്ങൾ ആലോചിച്ച്, ഒരു ചെമ്പ് ബിരിയാണി എത്രയോ പൈസ മുടക്കിയിട്ട് അതിൽ ഒരുപാട് വില കൂടിയ വസ്തുക്കളുണ്ട്. ആ ചെമ്പ് ബിരിയാണിയിലേക്ക് ഒരല്പം വിഷാംശം, ഒരു തുള്ളി വിഷാംശം കലർന്നാൽ നമ്മൾ ആ ബിരിയാണി കൊടുക്കുമോ? കല്യാണത്തിന് അതിഥികൾക്ക് കൊടുക്കുമോ? കൊടുക്കില്ല. എന്തേ കാരണം? അപ്പം നമ്മൾ അതിൽ അത്ര ഉണ്ടല്ലോ എന്ന് പറയില്ല. അപ്പം ഈ വിഷം നമ്മുടെ നോമ്പിൽ വരാതിരിക്കാൻ, കലരാതിരിക്കാൻ ഞാനും നിങ്ങളും അതീവമായ ജാഗ്രത പുലർത്തണം. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കം മിൻ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല ളമാ വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. നമ്മൾ കേട്ട ഹദീസ് തന്നെ കേട്ടോ, പുതുതായിട്ടൊരു ഹദീസ് നമുക്കാർക്കും ഉണ്ടാക്കാൻ പറ്റൂലല്ലോ, ഉള്ളത് കേൾപ്പിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരു തെതുക്കിറയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണിത്. എത്രയെത്ര നോമ്പുകാരാണോ അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് ദാഹമല്ലാതെ കിട്ടുന്നില്ല. എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ് അവരുടെ നമസ്കാരം കൊണ്ട് ഉറക്കമൊഴിച്ചു എന്നല്ലാതെ ഒന്നും അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്ന് നോക്കിങ്ങൾ അള്ളാന്റെ റസൂൽ പറയുന്നൊരു വാക്ക്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നോമ്പൊക്കെ നോറ്റിക്കണ്, വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ വേറെ വേണ്ടാത്ത പ്രവൃത്തിയൊക്കെ ഉണ്ട്. റോട്ടുമ്മ കൂടെ പോകുമ്പോണ്ട് റോഡ് സൈഡിൽ ഒരു ലോട്ടറി വിൽക്കണ ഒരാൾ ഇങ്ങനെ ലോട്ടറി കാണിച്ചിരിക്കണം. അപ്പം അങ്ങനെ ആയിക്കണല്ലോ, റോഡ് സൈഡിലൊക്കെ ലോട്ടറി ആയി. പെട്ടുപോകരുത്. ഒരാൾ മദ്യത്തിൻ്റെ കുപ്പി ഇങ്ങനെ കാണിച്ചാൽ നമ്മൾ കുടിക്കുമോ? വാങ്ങൂല. എന്നാൽ ചിലർ ലോട്ടറി വാങ്ങും, അതിന് എന്തോ അറിയില്ല, ലാഘവത്തോടു കൂടി കാണും. അങ്ങനെയുള്ള കുറേ തിന്മകൾ വരുമ്പോൾ നോർമലൈസ് ചെയ്യും. ഇപ്പോൾ കണ്ടില്ല, പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ തോളിൽ കൈയിട്ടിട്ടും കൈ പിടിച്ചിട്ടും ഹഗ് ചെയ്തിട്ടും ഷെയ്ക്കൻ്റെ അടുത്തൊക്കെ പോകണം. ഇപ്പോൾ അത് ആർക്കെങ്കിലും ഒരു പ്രശ്നമാകാറുണ്ടാ? അത് നമ്മൾ അതൊക്കെ ഇവിടെ ഒരു 10 കൊല്ലം മുമ്പാണെങ്കിൽ എന്താ ഉണ്ടായാലും ഇവിടെ എന്തൊക്കെ ഉണ്ടായാലും ആ കുടുംബത്തിന് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതാ പറയുക, തിന്മകൾ ഇങ്ങനെ പ്രചരിക്കുമ്പം അത് പിന്നെ നോർമലൈസ് ചെയ്യും. അതൊക്കെ നമ്മളെ നാട്ടിലുള്ളതല്ലേ എന്നൊരവസ്ഥയിലേക്ക് ഇത് വരാതിരിക്കാൻ ഞാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുള്ളതാണ് നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ് അവരുടെ നമസ്കാരം കൊണ്ട് ഉറക്കൊഴിച്ചെന്നല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഒന്നുമില്ല, തറാവീഹിന് വന്ന് പങ്കെടുത്ത് പോയിട്ടുണ്ട്, പക്ഷേ കാമ്പില്ല, ക്ലച്ച് പിടിച്ചിട്ടില്ല. ഇതാണ് അവസ്ഥ. ഇപ്പോൾ നമുക്കറിയാലോ, റമദാനിൽ നമ്മൾ പലപ്പോഴും എശാ കിട്ടിയിട്ടില്ലെങ്കിലും തറാവീഹിനാണ് നമുക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാകുക. തറാവീഹ് ഇതായിട്ടല്ല ഞാൻ പറയണത്, ഫർളായ ജമാഅത്ത് നിസ്കാരം ഏശ കിട്ടിയില്ലെങ്കിൽ തറാവീഹിനെങ്കിലും പള്ളിക്കൾക്ക് ജമാഅത്തിന് എത്തണം എന്ന് അല്ല വേണ്ടി, ഇശായിനെത്തണം, എന്നിട്ട് തറാവീഹിൽ പങ്കെടുക്കണം. അപ്പോൾ ഫർളിനെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാണ്? അവഗണിക്കുകയാണ്. ഇതുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇങ്ങനെ വാക്കുകളും നീചമായ വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിക്കാത്ത കാലത്തോളം ഫി അൻ യദഅ തആമഹു ഫലൈസ ലില്ലാഹി ഹജ്ജ ഫി അൻ യദഅ തആമഹു വശറാബഹു. അവർ തീനും കുടിയൊക്കെ ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന് ഒരു നിർബന്ധമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ നോമ്പിൻ്റെ
ആത്മീയമായ വശം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതാണ് നോമ്പ്. ഇനി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ നോമ്പ് നമ്മളെ ഇങ്ങനെ ഒരു അച്ചിലിട്ട് ഇങ്ങോട്ട് വാർക്കുകയാണ്. ഇപ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാരെടുത്ത പണ്ട് കാലത്ത് കൊണ്ടുപോയാൽ സ്വർണ്ണം ഉരുക്കിയിട്ട് അതിലിങ്ങനെ ഊതി എന്നതുപോലെ നമ്മളെ ഹൃദയത്തെ ഇങ്ങനെ ഊതിക്കാച്ചിയ പൊന്നുപോലെ ആക്കുകയാണ് അല്ലാഹു നോമ്പിലൂടെ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഊതിക്കാച്ചിയ പൊന്നുപോലെ നമ്മളെ ഹൃദയത്തെ ഇങ്ങനെ ശുദ്ധീകരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഹൃദയ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു ചെറിയ സൂറത്തിൽ 11 പ്രകൃതി പ്രതിഭാസങ്ങളെ സത്യം ചെയ്തിട്ടാണ് അല്ലാഹു തആല അത് പറഞ്ഞത്. ഏതാണ് ആ സൂറത്ത്? സൂറത്തു ഷംസ്. നിങ്ങളൊന്നും എടുത്ത് നോക്കി ഇത് കഴിഞ്ഞിട്ട്. വശംസി വളുഹാഹാ, ഷംസും ലൊഹയും പറഞ്ഞു. ഇങ്ങനെ എടുത്തു. കാരണം 11 പ്രതിഭാസത്തെ പറഞ്ഞിട്ട് പറയണം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നോക്കിങ്ങൾ, ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു, അതിനെ മലീമസമാക്കിയവൻ പരാജയമടഞ്ഞിരിക്കുന്നു. ദുനിയാവിൽ ചിലപ്പോൾ അതൊക്കെ ഉണ്ടാകും, വിജയം പരാജയം. നമ്മൾ ആഖിറത്തിൻ്റെ കാര്യം അവിടെ പറഞ്ഞു. അപ്പം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, أشهد أن محمدا رسول الله، أشهد أن محمدا رسول الله. حي على الصلاة، حي على الصلاة، حي على الفلاح، حي على الفلاح. الله أكبر، الله أكبر. لا إله إلا الله. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ 3 വികാരങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിലൂടെ. ഒരു വാഹനത്തിന് ബെല്ലും ബ്രേക്കും ക്ലച്ചും ഗിയറും എത്രമാത്രം അനിവാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബെല്ല് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് സൈക്കിളിനാണ് ബെല്ല്, ബസ്സിന് മറ്റു വാഹനങ്ങളാണ് അതിൻ്റെ ഓണ്, അതാണ് ഉദ്ദേശിച്ചത്. ബ്രേക്ക് എന്തിനാണ്? നമ്മളെന്തിനാണ് വാഹനത്തിൽ പോണത്? വേഗം എത്താനാണ്. പക്ഷെ വേഗം എത്താനുള്ള വാഹനത്തിന് എന്തുണ്ട്? ബ്രേക്ക് ഉണ്ട്. ബ്രേക്ക് വാഹനത്തിൻ്റെ വേഗത കൂട്ടുകയ്യൽ അല്ല, വേഗത കുറക്കുന്നു, വാഹനം നിർത്തുന്നു. അതെന്തിനാണതപ്പോൾ? അതെന്തിനാ? നമ്മൾ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കെ അപകടകരമായ വല്ല ഗർത്തവും കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ട് നേരെ മുന്നിലൂടെ ഒരു കുട്ടിയോ മറ്റോ ക്രോസ് ചെയ്യാനിരിക്കുന്നു, അവിടെ നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചവിട്ടും അല്ലേ? ആ കുണ്ടിലകപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ തൊട്ടു മുമ്പൊരു വാഹനം, ആ വാഹനവും നമ്മളും തമ്മിൽ കൂട്ടിമുട്ടും, ബ്രേക്ക് ചവിട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന് ബ്രേക്ക് അനിവാര്യമാണ്. കയറും കടിഞ്ഞാണുമില്ലാത്ത കുതിരകൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ?
കയറ് പൊട്ടിച്ചു പോകണം. നമ്മളിപ്പോൾ ബലിപെരുന്നാളിന് ഉളുഹിയത്ത് ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കയറ് പൊട്ടിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ചു. എന്താണത് പിന്നെ പരാക്രമം കാണിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരാൾ മരണപ്പെടുന്നുണ്ട്, ഒരു അക്കീക്ക് ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. കാരണം അത് ആ മരണവെപ്രാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ എങ്ങോട്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് കിട്ടില്ല എന്നതുപോലെ മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് നോമ്പിലൂടെ, മനുഷ്യ നിൻ്റെ ജീവിതത്തിന് കയറ് വേണം, കടിഞ്ഞാണ് വേണം, ബെല്ല് വേണം, ബ്രേക്ക് വേണം, ക്ലച്ച് വേണം, ഇല്ലെങ്കിൽ പറ്റൂല. കയറും കടിഞ്ഞാണും ഇല്ലാത്ത ഒരു വാഹനമായി നീ പോകരുത്. കൺട്രോൾ, നിയന്ത്രണം വേണം. പരിശുദ്ധ റമളാൻ അതിനുള്ളതാണ്. 11 മാസക്കാലത്തെ ജീവിതയാത്രയിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരവസരമാണ് റമളാൻ. നമ്മൾ പിന്നിട്ട വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഒരു വാഹനം ഇങ്ങനെ സഞ്ചരിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ റൂട്ട് തെറ്റിക്കണമെന്ന് അവിടെ നിർത്തുന്നു, പിന്നിലേക്ക് നോക്കുകയാണ്. കിലോമീറ്ററുകൾ സഞ്ചരിച്ചു പോയിട്ടുണ്ട്. പിന്നെ നമ്മളെന്താ ചെയ്യുക? മുന്നോട്ടെടുത്ത വാഹനം മുന്നോട്ട് തന്നെ പോകില്ല, നേരെ തിരിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു. ഇതുപോലെ നമ്മുടെ കഴിഞ്ഞ 11 മാസക്കാലത്തെ ജീവിതയാത്രയിൽ ഏതെങ്കിലും കുണ്ടിലോ കുഴിയിലോ നമ്മൾ വീണുപോയിട്ടുണ്ടോ? അതിൻ്റെ കാരണത്താൽ നമ്മുടെ മനസ്സിന് പരിക്കേറ്റിട്ടുണ്ടോ? ശരീരമല്ല അവിടെ പറഞ്ഞത്, നമ്മുടെ മനസ്സിന് പരിക്കേറ്റിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ അഥവാ മനസ്സാകുന്ന ശരീരത്തിൽ ചേറും ചെളിയും പറ്റിപ്പിടിച്ചിട്ടുണ്ടോ? ഇത് ശരിക്ക് ഒരു ഇവാലുവേഷൻ, മൂല്യനിർണയം നടത്താനുള്ള സന്ദർഭമാണ് റമളാൻ. അതാണ് റമളാൻ വരുമ്പോൾ തൗബ. റമളാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് തൗബ. പശ്ചാത്താപത്തിൻ്റെ മാസമാണിത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, തപിക്കുന്ന ചുണ്ടുകളോടെ, ചുട്ടുതിളക്കുന്ന ഹൃദയത്തോടെ, വിറക്കുന്ന കൈകാലുകളോടെ അള്ളാഹുവിനോട് നമ്മുടെ പാപം ഏറ്റുപറയുകയാണ്. പാപത്തിൻ്റെ ചുമടുകൾ നാഥൻ്റെ മുന്നിൽ ഇറക്കി വെക്കുകയാണ്. കോടതി വരാന്തകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല, ആധാരക്കെട്ടുകൾ പണയം വെക്കേണ്ട ആവശ്യമില്ല. റബ്ബിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായ തൗബ. അതാണ് വിശുദ്ധ ഖുർആൻ 66-ാം അധ്യായം സൂറത്ത് തഹ്രീമിൽ പറഞ്ഞ തൗബതൻ നസൂഹ. ആത്മാർത്ഥത നിറഞ്ഞ നിഷ്കളങ്കമായ തൗബ വേണം. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട കൂട്ടരെ, പാപികളെ എന്നല്ല വിളിച്ചത്, എൻ്റെ അടിമകളെ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുക. നമ്മളെ മക്കൾ ആരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത, നമ്മളെ കുടുംബത്തിന് മുഴുവൻ അപമാനം വരുത്തി വെക്കുന്ന ഒരു തിന്മ എങ്ങാനും ചെയ്തു പോയാൽ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാട്ടെ. ഞാൻ ഉദാഹരണം പറയാം, പഠിച്ചോൻ കാക്കട്ടെ നമ്മളെ മക്കളൊക്കെ. നമ്മൾ എന്താണ് എൻ്റെ മോനെ എന്ന് വിളിച്ച് വാരി പുണരുവോ? ഇല്ല. നീയൊന്നും എൻ്റെ മോനല്ലടാ എന്നൊരു പക്ഷെ പറഞ്ഞേക്കാം, പുറത്തു പോകൂ എന്ന് പറഞ്ഞേക്കാം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ, പാപികളായ അടിമകളെ വിളിക്കുകയാണ്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. തങ്ങളുടെ സ്വന്തം ദേഹത്തോട് തന്നെ അക്രമം ചെയ്ത എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശ വേണ്ട, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരി. നിഷ്കളങ്കമായ തൗബയോടുകൂടി വന്നാൽ ഞാൻ നിങ്ങൾക്ക് പാപം പുറത്തു തരും. ഇത് ഓഫറാണിത്. അപ്പോൾ പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത് പാപക്കറകൾ തുടച്ചു നീക്കാനുള്ള മാസമാണ്. റമളാൻ വരുന്നതിന് മുമ്പ് വീടും പള്ളിയും പരിസരമൊക്കെ വൃത്തിയാക്കിയില്ലേ മാലിന്യത്തിൽ നിന്ന്? ഇനി നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കാനുള്ള മാസമാണിത്. ഏതാണത്? അതിനെ എന്താണ് തുടക്കേണ്ടത്? ലിബാസു തഖ്വ, തഖ്വയാകുന്ന വസ്ത്രം ധരിപ്പിക്കണം. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറഞ്ഞതുപോലെ, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ വലിബാസു തഖ്വ ദാലിക ഖൈർ. ആദമിൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഞാൻ നഗ്നത മറക്കാനും നിങ്ങൾക്ക് അലങ്കാരത്തിനും വേണ്ടി വസ്ത്രം ഞാൻ ഇറക്കി തന്നിട്ടുണ്ട്. പോത്തുകൾക്കില്ല, ആടുകൾക്കില്ല, മാടുകൾക്കില്ല, ഒട്ടകങ്ങൾക്കില്ല, ആനകൾക്കില്ല, കുതിരകൾക്കില്ല, കഴുതകൾക്കില്ല, സിംഹത്തിനില്ല, ഒരു ജീവിക്കുമില്ല. നാണം മറയ്ക്കാൻ വസ്ത്രമുണ്ടോ? ഇല്ല. മനുഷ്യരെ, നിങ്ങളെ ഞാൻ ആദരിച്ചിരിക്കുക. നിങ്ങൾ ആദരണീയ സൃഷ്ടിയാണ്. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിൽ, വലഖദ് കറംനാ ബനി ആദം.
ആദമിൻ്റെ മക്കളെ നിങ്ങളെ ഞാൻ ബഹുമാനിച്ചിരിക്കണം. അള്ളാഹ് ബഹുമാനിച്ചു. നമ്മളങ്ങനെ പലരും ബഹുമാനിക്കൽ 150 റുപ്യൻ്റെ ഷാളൊക്കെ ഇങ്ങനെ അണിയിച്ചിട്ടൊരു ബഹുമാനിക്കലുണ്ടാവില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആദരിച്ചു എന്ന കാരണത്താൽ നമുക്ക് വസ്ത്രം തന്നു. എന്നിട്ട് ആ വസ്ത്രം തന്ന കൂട്ടത്തിൽ പറയുകയാണ് വലിബാസു തഖ്വ ദാലിക ഖൈർ. നിങ്ങളെ ഭൗതിക ശരീരം മറയ്ക്കാനും നാണം മറയ്ക്കാനും ന്യൂനതകൾ മറയ്ക്കാനും നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ സൗന്ദര്യവും സൗരഭ്യവും ഉണ്ടാക്കാനൊക്കെ ഈ ഭൗതിക വസ്ത്രം അതാണ്. നിങ്ങളുടെ ഹൃദയത്തിനെ മറയ്ക്കാനുള്ള ഒരു വസ്ത്രമുണ്ട്, അതാണ് ലിബാസു തഖ്വ, തഖ്വയാകുന്ന വസ്ത്രം. അത് നിങ്ങൾ ധരിപ്പിക്കണം. അപ്പോൾ പരിശുദ്ധ റമളാൻ ഇങ്ങോട്ട് വരുമ്പോഴേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വസ്ത്രം ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്ത്, അല്ലെങ്കിൽ പുതിയ വസ്ത്രം ലിബാസു തഖ്വ നമ്മളെ മനസ്സിനെ ധരിപ്പിക്കണം. ഇവിടെ ടീച്ചർമാർ അധ്യാപകരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ബോർഡിൽ ബ്ലാക്ക് ബോർഡിൽ കുറേ സെൻറ്റൻസുകൾ എഴുതി വെച്ചിട്ടുണ്ട്. മാത്സ് ആണെന്ന് സങ്കല്പിക്കും. രണ്ടാമത് വരുന്നത് ബയോളജിയുടെ ടീച്ചറാണ്. ആ ടീച്ചർക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള നോട്ട്സ് ബോർഡിൽ എഴുതി കൊടുക്കണമെങ്കിൽ ആ ടീച്ചർ നേരത്തെ എഴുതിയതിൻ്റെ ഇടയിലാണോ എഴുതാറ്? അല്ല. കുട്ടികളെ ഡസ്റ്റർ ഇവിടെ നിന്ന് ചോദിക്കും. ഡസ്റ്റർ എടുത്തിട്ട് അത് മായ്ച്ച് കളയും, നേരത്തെ എഴുതിയത്. എന്നിട്ട് ടീച്ചർക്ക് എഴുതാനുള്ളത് എഴുതും. നമ്മളെ ശരീരത്തിൻ്റെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചേറും ചെളിയും നീക്കി പുതിയ ലിബാസു തഖ്വ അണിയണം. അതിന് ഇനി 10 ദിവസം കഷ്ടി ഇല്ല, 10 ദിവസമില്ല, 9 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു. അതാണ് പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഒരുങ്ങുക. പിന്നെ മനുഷ്യനുണ്ടാകുന്ന 3 വികാരങ്ങൾ, അത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. വിശപ്പ്, ആ വിശപ്പിനെ കൺട്രോൾ ചെയ്ത് പകലന്തിയോളം പട്ടിണി കിടക്കുക. നോമ്പിൻ്റെ ഉദ്ദേശത്തെ പറ്റി പറഞ്ഞത് അൽ ഇംസാക്കു അനിൽ അക്ലി വശുർബി മിനൽ ഫജ്രി ഇലൽ മഗ്രിബി. ഫജ്ർ മുതൽ മഗ്രിബ് വരെ അന്നവും പാനീയവും പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞാൽ വർജിക്കണം അല്ലേ? ഇതാണ് പറഞ്ഞ ഒരു കാര്യം. അതാണ് സൗമിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ ഒന്ന്, ഇസ്ലാഹിയായ അർത്ഥം. മാത്രമല്ല, എന്നിട്ടോ നമ്മുടെ ആത്മാവിനെ അന്തിമ സൗഭാഗ്യം നേടിയെടുക്കാൻ വേണ്ടി പരിശീലിപ്പിക്കണം. അപ്പോൾ വിശപ്പിനെ തടുക്കുക. ഈ നിങ്ങൾ ശരിക്കും ഇത് ആലോചിക്കണം. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മളൊരു ആത്മീയ വിദ്യാലയത്തിലാണ്. ആത്മീയ വിദ്യാലയത്തിൽ നമ്മൾ 1 മാസക്കാലം പഠിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അടുത്ത 11 മാസക്കാലത്തെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനുള്ള പരിശീലനം നൽകണം, അതിനുള്ള ഊർജം സമ്പാദിക്കുകയാണിത്. അപ്പോൾ ഇവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 11 മാസക്കാലത്തെ രാവിലും പകലിലും നമുക്ക് ഹലാലായ ത്വയ്യിബയാക്കി തന്ന ഭക്ഷണവും പാനീയവും സുബ്ഹി മുതൽ മഗ്രിബ് വരെ നിർത്തൽ ചെയ്യുന്നു അല്ലേ? ഹറാമ് കഴിക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത്. ഹറാമ് ഏതായാലും അസ്ലിയായിട്ട് ഹറാമ്. കള്ള് കുടിക്കരുത്, അന്യൻ്റെത് തിന്നരുത്, ഇതൊക്കെ അസ്ലിയായിട്ട് തന്നെ ഹറാമ്. അനുവദിച്ചതുപോലും നമുക്കെന്താകുന്നു? ഈ റമളാനിൻ്റെ പകലിൽ നിഷിദ്ധമാക്കുന്നു. ഒന്നത് അല്ലേ? അത് എന്തിനാണെന്ന് വെച്ചാൽ നോമ്പിലൂടെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. അള്ളാഹു അനുവദിച്ചതുപോലും റബ്ബിൻ്റെ ആ നാഥൻ്റെ കൽപ്പനയനുസരിച്ചുകൊണ്ട് നീണ്ട 14 മണിക്കൂർ എനിക്ക് നിർത്തൽ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ഹറാമായതിൽ നിന്ന് വിരമിക്കാൻ എനിക്ക് എന്ത് പ്രയാസമാണുള്ളത്? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ആരോട്? നമ്മളോട് തന്നെ. നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മൾ ഹലാല് വർജിക്കാൻ തയ്യാറായ നമുക്ക് എന്തുകൊണ്ട് ഹറാമുകൾ വർജിച്ചുകൂടാ? ഇനി 2, മനുഷ്യൻ്റെ അള്ളാഹു നൽകിയതാണ് വികാരമെന്നത്. അതിൽ വികാരങ്ങളിൽ പല വികാരങ്ങളുമുണ്ട്. അതിൽ ലൈംഗികമായ ചോദനകൾ. ആ ലൈംഗികമായ വികാരങ്ങളെ ശമിപ്പിക്കാൻ അള്ളാഹു ചില ചിട്ടവട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിയമങ്ങളെയും വ്യവസ്ഥകളെയും അറുത്തുമാറ്റിക്കൊണ്ട് ആരെങ്കിലും 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ ഞാൻ പറഞ്ഞു തന്ന വഴിയല്ലാത്ത വേറെ ഏതെങ്കിലും വഴികൾ ആരെങ്കിലും തേടിയാൽ അവരാണ് അക്രമകാരികൾ, ക്രമം വിട്ട് പ്രവർത്തിച്ചവർ. അവരെ ഞാൻ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യും. അപ്പം നമുക്ക് അള്ളാഹു നൽകിയ വികാരത്തെ
അവൻ പറഞ്ഞ രൂപത്തിൽ കൈകാര്യം ചെയ്യണം. അതിനാണ് നമുക്ക് ഇണകളെ നിശ്ചയിച്ചത്. എന്നാൽ അതല്ല ഇവിടെ വിഷയം. നമ്മൾ ഇങ്ങോട്ട് പ്രധാന പോയിന്റിലേക്ക് വരും. എന്നാൽ ആ അനുവദിച്ച ഇണയെപ്പോലും ഫജ്ർ മുതൽ മഗ്രിബ് വരെ സ്റ്റോപ്പ് പാടില്ല. ഏതിൽ? റമളാനിൽ. നോക്കി നിങ്ങൾ, അനുവദനീയമായതുപോലും പാടില്ല. അപ്പോൾ പിന്നെ സിന ചെയ്യാൻ ഒരു മുഅ്മിൻ സാധിക്കുമോ? ഒരു മുസ്ലിം പേരുള്ള ഒരു പെണ്ണിന്റെ, ആണിന്റെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകളുടെ ചിത്രം നമ്മൾ, ലേഖനം നമ്മൾ, അത് റിപ്പോർട്ട് നമ്മൾ കാണുമോ, വായിക്കോ യൂട്യൂബിലോ ചാനലിലോ? പക്ഷെ എത്ര മരണങ്ങൾ ഇങ്ങനെ നടക്കണം, ലോഡ്ജിലും അവിടുന്നും ഇവിടുന്നൊക്കെ ആയിട്ട്. ഒക്കത്തിൻ്റെ കാരണം എന്താ? ഇതന്നെ, വഴിവിട്ട പ്രവർത്തനം, അവിഹിതമായ ബന്ധങ്ങൾ അല്ലേ? എവിടെ കൊണ്ട് ചെന്നാണ് അവസാനിക്കുന്നത്? ചെറിയ മക്കൾ, കാമുകന്മാരായ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുക, ലോകത്തോട് വിട പറയുക അല്ലേ? നോക്കി നിങ്ങൾ, കൊതിച്ചതിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രേമ നൈരാശ്യത്താൽ ലോകത്തോട് വിട പറയുക. ഒലിവിടെ വന്നത് ഇതിന് വേണ്ടിയിട്ടാ ആണോ? നമ്മളെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്, ലക്ഷ്യമെന്ത്? ഇതാണ് പറഞ്ഞത്. ഞാൻ എന്തിനു വന്നു ഇവിടേക്ക്? ഞാനെന്ന് പറയുന്നത് ആരാണ്? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്? ഈ ചിന്ത നമുക്കുണ്ടാകണം. അപ്പം രണ്ടതാണ്, ഈ വികാരങ്ങളെ നോമ്പ് കടിഞ്ഞാണിട്ട് നിർത്തുകയാണ്. അതാണ് നോമ്പ് ഏറ്റവും വലിയ കയറാണ്, കടിഞ്ഞാണെന്ന് പറയുന്നത്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്വയാമു ജുന്നത്തുൻ. നോമ്പ് ഒരു ജുന്നത്താണ്. ജുന്നത്ത് എന്ന് പറഞ്ഞാൽ പരിച, ജന്നത്തല്ല. ജന്നത്ത് സ്വർഗം, ജുന്ന പരിച. പരിച എന്തെന്ന് വെച്ചാൽ, പൗരാണിക കാലത്ത് ഇന്ന് കാണുന്ന വിധത്തിലുള്ള യുദ്ധോപകരണങ്ങൾ കണ്ടുപിടിക്കാത്ത കാലത്ത് യോദ്ധാക്കളുടെ കയ്യിൽ വാളുണ്ടാകും, പ്രതിരോധിക്കാൻ ജുന്നത്ത് പരിചയം ഉണ്ടാകും, പിന്നെ പടയങ്കി ഉണ്ടാകും. ജുന്നത്ത് എന്തിനാണെന്ന് വെച്ചാൽ ശത്രുവിൻ്റെ തട്ടുകളെയും വെട്ടുകളെയും മുട്ടുകളെയും തടുക്കാനുള്ളതാണ് ജുന്നത്ത്. അപ്പോൾ നോമ്പ് ഒരു ജുന്നത്താണെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണത്? നമ്മളൊരു യുദ്ധക്കളത്തിലാണ് പ്രിയമുള്ളവരെ. ഒരു നോമ്പുകാരൻ ഒരു യോദ്ധാവാണ്. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ശൈത്വാനാണ്, പിശാച്. ഇന്ന ശൈത്വാന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവ. അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. നിങ്ങൾ അവനെ ശത്രുവായിട്ട് തന്നെ കാണണം, കൈകാര്യം ചെയ്യണം. അപ്പോൾ ആ പിശാചിൻ്റെ തട്ടുകളെ വെട്ടുകളെ തടുക്കാനുള്ള ആയുധമാണ്, പരിചയാണ് നോമ്പ്. അതുകൊണ്ട് തന്നെയാണ് നോമ്പിൽ തിന്മ വളരെ കുറവാണ്. പിശാച് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ, പോട പിശാചെ ഇത് മാസ റമദാന. സിനിമക്ക് വേണില്ല, പോട പിശാചെ ഇത് മാസ റമദാന. ജല്ല യൂട്യൂബിൽ സിനിമ ഇതൊക്കെ കണ്ടു നടന്നതിന് എത്ര അശ്ലീലങ്ങൾ കണ്ടി, ജന്തപ്പം കാണാത്ത. പോടാ, ഇത് മാസ റമദാന. ഒരു മാസം അതില്ല, ഒരു മാസം പ്രസംഗമൊക്കെ കേൾക്കട്ടെ. മനസ്സിൽ വരുന്ന മാറ്റം നോക്കി നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇത് ഇച്ഛകൾക്ക് കടിഞ്ഞാടുന്നു. അപ്പം ഒന്ന്, വിശപ്പ് മനുഷ്യൻ്റെ ഒരു വികാരമാണ്, അതിനെ നോമ്പ് തടഞ്ഞു നിർത്തുന്നു. മറ്റൊന്ന് വികാരം, ലൈംഗികമായ വികാരങ്ങൾ, അതിന് കയറും കടിഞ്ഞാണും ഇടുന്നു. 3 ഇച്ഛകളോടുള്ള സമര പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വിശ്വാസി വിജയിക്കുന്നു, പിശാച് അമ്പേ പരാജയപ്പെടുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞതിലൊക്കെ അനുവദിച്ചിട്ടുണ്ട്, ഉഹില്ലലക്കും ലൈലത്ത സിയാമിർ റഫസു ഇല നിസായിക്കും. അതിനാണ് രാത്രി. ചില ഇടങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നോമ്പ് ഒരു ആത്മീയ കാലമല്ല, ആഘോഷക്കാലമാണ്. അതാണ് ഏറെ സങ്കടകരം. എല്ലാത്തിലും വന്നിട്ടുണ്ട് ആചാര വൈകൃതങ്ങൾ. ഇവിടെയുണ്ടോ എന്നെനിക്കറിയില്ല. പല നാടുകളിലും പകലന്തിയോളം അള്ളാഹുവിനോടുള്ള അനുരാഗത്താൽ ഭക്തിയോടുകൂടി പള്ളിയിലും വീടുകളിലും ഖുർആനിലും ചെലവഴിച്ച മനുഷ്യർ, വിശ്വാസികൾ, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കയറും പൊട്ടിച്ച് തെരുവുകളിൽ പോകുന്നു, ബീച്ചുകളിൽ, പാർക്കുകളിൽ. രാത്രിയെല്ലാം കൂടി ഒരു ആഘോഷം. 14 മണിക്കൂർ നീ ഞങ്ങളോട് പട്ടിണി കിടക്കാൻ പറഞ്ഞില്ലേ, എന്നാ കണ്ടോ അതിൻ്റെ ശേഷം മരിവും ഇങ്ങോട്ട് കൊടുക്കട്ടെ, കാണിച്ചു തരാത്. പിന്നെ തിന്നലോട് ഉള്ളത് മുഴുവനും വാരിക്കോരി അടിച്ചു മാറുക. തിന്നണ്ടെന്നല്ലേ പറഞ്ഞത്? ആർഭാടങ്ങൾ, ധൂർത്ത്. എത്ര ഭക്ഷണമാണ് അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിയുന്നത് പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ കാലത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
സത്യത്തിൽ നമുക്ക് സാമ്പത്തികമായി വീട്ടിൽ ചിലവ് കുറഞ്ഞ മാസമല്ലേ റമദാൻ. പക്ഷേ എന്താ കാണുന്നത്? മസാലക്കടകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ, ഹൈപ്പർ മാർക്കറ്റുകളിൽ, മാളുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നു. എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ 1-2 കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഈ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ വമ്പൻ തിരക്ക്. എന്താ, മുളക് 4 കിലോ, മല്ലി 6 കിലോ, മഞ്ഞൾ 500, ഇത്ര വലിയ വലിയ കിറ്റുകളാക്കിക്കൊണ്ട്. അപ്പോൾ ഇതൊരു മുസ്ലിമായ ആളായിരിക്കും, അല്ല നിങ്ങൾ റമദാൻ മാസം പട്ടിണി എന്നല്ലേ പറയും. ഇതിപ്പോൾ എന്താ, ഇത് പെരുന്നാളാണ്, ഇതെന്താ ഇപ്പോൾ കൊണ്ടുപോണ്? അരിയും മുളകും മല്ലിയൊക്കെ പൊടിക്കണ സ്ഥലത്ത് നിങ്ങൾ പോയി നോക്കി, നമ്പറിട്ട് ടോക്കൺ തന്ന് നിൽക്കുകയാണ് പല സ്ഥലത്തും. നാളെ വന്നാൽ മതി, മറ്റന്നാൾ എന്ന സമയത്തും തിരക്കാണ്. അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത് നിങ്ങൾ ആലോചിച്ചു. നിങ്ങൾ വീട്ടിൽ നടക്കണതാണ്. വളരെ ശ്രദ്ധിക്കണം. തിന്നണ്ട കുടിക്കണ്ട എന്നല്ല, തിന്നണം കുടിക്കണം, ദൂർത്തടിക്കരുത്. എത്രയോ ആഹാര വസ്തുക്കൾ, പലഹാരങ്ങൾ, ഫ്രൂട്ട്സുകൾ, ഇതൊക്കെയാണ് പൊരിക്കടികൾ. നിങ്ങൾ നോക്കിക്കൊണ്ട് പൊരിക്കടികൾ. പിന്നെ ഓരോ നോമ്പിനുണ്ടാവും ഓരോരത്, ഓരോ സോഡ, ഗണ്ടു സോഡ, ഇങ്ങനെ പല സോഡയും പറഞ്ഞ് നമ്മളെ ആളുകളെ തറാവീൻ്റെ ശേഷം ഫാമിലി ആയിട്ട് പിന്നെ കറങ്ങാൻ നടക്കുക. എന്നിട്ട് അത്താഴത്തിൻ്റെ സമയത്ത് പെരയിലേക്ക് വരിക. എന്നിട്ട് അത്താഴം കഴിച്ച് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് നീണ്ട ഉറക്ക് ളുഹർ വരെ 12:30 മണി വരെ ഉറങ്ങുക. എന്നിട്ട് കുളിച്ച് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരിക. ളുഹർസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കൽ കിടന്നുറങ്ങുക. നേരത്തെ പെരയിൽ ഇനി പിന്നെ പള്ളിക്കൽ ഉറങ്ങുക. അസറിൻ്റെ ശേഷം ഇത് പൊരിച്ചതും കരിച്ചതൊക്കെ വാങ്ങാൻ പോവുക. എന്നിട്ട് ഓരെന്നെ പറയും, നോമ്പൊന്നും ഇപ്പോൾ പണ്ടത്തെ ആരും ക്ഷീണമൊന്നുമില്ല. എങ്ങനെ ക്ഷീണം ഉണ്ടാവുക? നിങ്ങൾ പറയും, എങ്ങനെ ക്ഷീണം ഉണ്ടാവും? ഇതിൻ്റെത് അനുഭവിക്കണ്ടേ നമ്മൾ? ഇതിൻ്റെ അർത്ഥം എന്താ? പറ്റ ഒന്നും കഴിക്കാതൊക്കെ എന്നല്ല. അള്ളാഹു പറഞ്ഞത് വളരെ കൃത്യമാണ്. നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, അല്ലേ? സുബഹി വരെ തിന്നാ കുടിക്കുക, അമിതാകരുതൊന്നും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന് ഒരുപാട് അർക്കാനുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അതിലൊന്ന് തന്നെയാണ് തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബർക്കത്തുൻ. നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിലുണ്ടൊരു ബർക്കത്ത്. അത് തോനെ തിന്നണം എന്നല്ല, ഒരു ഈത്തപ്പഴമെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ച് നിങ്ങൾ അത്താഴം കഴിക്കണം. അതൊരു സുന്നത്താണ്, അതൊരു പുണ്യ, അത് റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യലാ. അതിൻ്റെ സമയം വരെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴം കഴിച്ചിട്ട് ഒരു 50 ആയത്തുകൾ ഓതുന്ന ദൈർഘ്യമായിരുന്നു സുബ്ഹി ബാങ്ക് കൊടുക്കാൻ പിന്നെ ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശ ടൈം പോലും പറഞ്ഞു തന്നു. ചില ആളുകൾ ചില പ്രദേശങ്ങളിൽ, ഞാൻ കണ്ടതുകൊണ്ട് പറയണം, ചില പ്രദേശങ്ങളിൽ പാതിരാവ് വരെ ഫാമിലി ആയിട്ട് ബീച്ചിൽ, മറ്റേ പുഴയോരങ്ങളിൽ, പാർക്കുകളിലൊക്കെ ചിലവഴിക്കുക. പിന്നെ കണ്ടുവരുന്നുണ്ട്. ഞാനതിൻ്റെ ശരിയും തെറ്റും പറയാനോ അതിൻ്റെ ഹലാൽ ഹറാമ് ഫത്വ തരാനല്ല, നോമ്പിൻ്റെ ആത്മീയമായ ചൈതന്യത്തെ കെടുത്തരുതേ എന്ന് പറയാൻ വേണ്ടി പറയാം. ഇപ്പം തുടങ്ങിയ വേറൊരു ട്രെൻഡുണ്ട്. എന്താണത്? നോമ്പിൻ്റെ ഭക്ഷണമൊക്കെ പെരേന്ന് ഉണ്ടാക്കിയിട്ട് കാറ് എല്ലാവർക്കും അള്ളാഹു വലിയ സൗകര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഫാമിലി ആയിട്ട് ബീച്ചിൽ പോയി നോമ്പ് തുറക്കുക. അതിന് ഇനി അത് ശരിയാണോ തെറ്റാണോ ഫത്വ തരാനല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇതൊക്കെ കഴിച്ചിട്ട് വേഗം നമ്മൾ ആ ഇബാദത്തിൽ മുഴുകുക. ബീച്ചിലിരുന്നാൽ പിന്നെ അന്നത്തെ ഏഷ്യൻ ജമാഅത്ത് ഒരു പക്ഷേ പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഞാൻ പറയുന്നത് ഇതൊരു ആഘോഷ ആചാര ആർഭാട രംഗങ്ങളിലേക്ക് നോമ്പിനെ കൊണ്ടുപോകരുതേ, ഈ ഇബാദത്തിനെ കൊണ്ടുപോകരുതേ എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഒക്കെ ഇപ്പോൾ ഒരു ആഘോഷമായി നടക്കുന്ന കാലമാണല്ലോ. കല്യാണങ്ങൾ ഒരാഴ്ച നീണ്ടുക്കുന്ന, സൽക്കാരങ്ങൾ, പിന്നെ മുട്ടായിക്കൊട്ട കൊടുക്കാൻ, ഇത് എന്താണ് മറ്റേത് എൻഗേജ്മെൻറ്റൊക്കെ ഇസ്ലാമിലുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ ആഘോഷങ്ങൾ, അത് റീലുണ്ടാക്കുക, അത് കാണിച്ചു കൊടുക്കുക, അപ്പോൾ അത് കണ്ട് മറ്റവർക്കും അങ്ങനെ ആകണം തോന്നുക. ഇങ്ങനെയുള്ള ഈ പ്രവണത ചൈതന്യത്തെ കെടുത്തിക്കളയുന്ന പറഞ്ഞത്. നോമ്പിൻ്റെ ആത്മീയമായ ചൈതന്യത്തെ ചെതലരിക്കുന്നത് പോലെ അരിച്ചരിച്ച് കാർന്ന് നശിപ്പിക്കത്. എലി കാർന്ന് നശിപ്പിക്കണ പോലെ ഇതിൻ്റെ ചൈതന്യം നശിപ്പിക്കും. ആ ചൈതന്യം ചോർന്നു പോകാതിരിക്കാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഒരു ഖുദ്സിയായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആദമിൻ്റെ മക്കളുടെ എല്ലാ പ്രവർത്തനവും അവനുള്ളതാണ്, ഇല്ല സൗമ്, നോമ്പൊഴികെ. അത് എനിക്കാണ്, അത് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം കൊടുക്കും. ഈ ഹദീസിൻ്റെ ഖുദ്സിയായ ഹദീസിൻ്റെ പൊരുൾ എന്താണ് പ്രിയമുള്ളവരെ? മറ്റുള്ള അമലുകളൊക്കെ വേറുള്ളവർക്ക് എന്നാണ്? അല്ല. എല്ലാ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് മോഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നോമ്പിനെ ഇവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാണിച്ചാൽ, നോമ്പ് മറ്റു ആരാധനാകർമ്മങ്ങളെ പോലെയല്ല. ഇപ്പം നമസ്കാരത്തിനുണ്ട് ഒരു ഇഹ്റാം. നമ്മൾ ഇഹ്റാം കെട്ടൽ എന്നൊക്കെ കേൾക്കുമ്പോൾ മരൽ ഉംറ ഹജ്ജൊക്കെയാണ് അല്ലേ? ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ? നേരത്തെ ഹലാലായിരുന്ന പലതും ഒരു നിശ്ചിത സമയം വരെ എന്താകുകയാണ്? ഹറാമാകുകയാണ്. അതിനാണല്ലോ ഇഹ്റാം എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് പിന്നെ ഒഴിവാകുന്നതിനാണ് തഹല്ലുൽ എന്ന് പറയുന്നത്. അത് ഹജ്ജിനും ഉംറക്കും മാത്രമല്ല, നിസ്കാരത്തിലുണ്ട് ഇഹ്റാം. ഏതാണത്? വുളു എടുത്ത് ഒന്നാമത് അല്ലാഹു അക്ബർ, ഈ തക്ബീറിന് എന്താ പേര്? തക്ബീറത്തുൽ ഇഹ്റാം. ഈ ഇഹ്റാമിൽ കടന്നു, നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? വെള്ളം കുടിക്കാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? കടല പെറുക്കി തിന്നാൻ പറ്റുമോ? ആളുകളോട് സംസാരിക്കാൻ പറ്റുമോ? വെറുതെ ചിരിക്കാൻ പറ്റുമോ? അനാവശ്യമായിട്ട് അനക്കങ്ങൾ, ശാരീരികമായ അനക്കങ്ങൾ പറ്റുമോ? പറ്റില്ല. പിന്നെ നമുക്ക് കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ ബോട്ടിൽ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ എപ്പോഴും തഹല്ലുലാവും. ഏതാ തഹല്ലുൽ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, വലത്തോട്ടും ഇടത്തോട്ടും തഹല്ലുലായി. മുന്നിൽ വെള്ളക്കുപ്പിണ്ട കുടിക്കുക. നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഈ പോക്കറ്റിൽ കടലുണ്ടെങ്കിൽ തിന്നാം, ആളുകളോട് സംസാരിക്കുക, ചിരിക്കണമെങ്കിൽ ചിരിക്കുക, വർത്താനം പറയണമെങ്കിൽ വർത്താനം പറയാം, അല്ലേ? അപ്പം നമസ്കാരത്തിന് എന്തുണ്ട്? ഇഹ്റാമുണ്ട്. ആ ഇഹ്റാം എത്ര സമയമാണ്? ഏറെക്കുറെ ഏറിയാൽ ഒരു 10 മിനിറ്റ് സമയം, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ വെക്കുക, 10 മിനിറ്റ് സമയം. ശരി. ഹജ്ജിൻ്റെ ഇഹ്റാമോ? ദുൽഹിജ്ജ 8 മുതൽ 13 വരെ, അല്ലേ? അതെ. 10-ന് ചില കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഭാഗികമായി തഹല്ലുലാകും, ഫുള്ളായിട്ടാവില്ല. അപ്പോൾ ഫുള്ളായിട്ടാകണം ഒന്നുകിൽ 12-ൻ്റെ ഏറ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 13-ന്. ഇതാണ് ഹജ്ജിൻ്റെ തഹല്ലുൽ, ഇഹ്റാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ 8, 9, 10, 11, 12, 13, ഏറിയാൽ 6 ദിവസം. 6 ദിവസം. നോമ്പിൻ്റെ ഇഹ്റാം എന്താണ്? നോമ്പിൻ്റെ ഇഹ്റാം 10 മിനിറ്റ് അല്ല, 10 മണിക്കൂറല്ല, ഏറെക്കുറെ 14 മണിക്കൂർ. സുബഹി തൊട്ട് മഗ്രിബ് വരെ. വെള്ളക്കുപ്പി കയ്യിലുണ്ടാകാൻ കുടിക്കാൻ പറ്റൂല, കടല തിന്നാൻ പറ്റൂല, അശ്ലീലങ്ങൾ, പിന്നെ ആഭാസങ്ങൾ, അധാർമികതകൾ, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു ഇഹ്റാമാണ്. അപ്പം നോമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ വിശപ്പും ദാഹമൊക്കെ സഹിക്കണം, നീണ്ട 14 മണിക്കൂർ സഹിക്കണം, തൻ്റെ വികാരങ്ങൾക്ക് കടിഞ്ഞാണിടണം. അങ്ങനെയുള്ള ഇബാദത്താണത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു അത് എനിക്കുള്ളതാണെന്ന്. അതിന് ഞാൻ പ്രതിഫലം കൊടുക്കുന്ന അതിൻ്റെ പ്രതിഫലത്തിന് കയ്യും കണക്കുമില്ലാന്ന്, അത്രമാത്രം കൊടുക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇബാദത്തിലേക്കാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിരാശയോടുകൂടിയല്ല ഇതിനെ സമീപിക്കേണ്ടത്. ഇനിയിപ്പോൾ റമളാൻ മാസമാണോ വരുന്നത്? ചിലവർ പറയുന്ന എന്തോ ഒരു നിരാശയോടുകൂടി, ഖേദത്തോടു കൂടി, പഠിച്ചോനെ ഇനിയിപ്പോൾ തിന്നാൻ കഴിയില്ലല്ലോ, ബിരിയാണി തിന്നാൻ കഴിയില്ലല്ലോ, കല്യാണം ഇല്ലല്ലോ, സൽക്കാരം ഇല്ലല്ലോ, എന്തോ ഒരു ഇടങ്ങേറോട് കൂടി. ഇത് ആര് കേൾക്കുന്നുണ്ട്? അള്ളാഹു കേൾക്കണില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പഠിച്ചോനെ ഇപ്പം എങ്ങനെ, എനിക്ക് അല്ലെങ്കിൽ ഉച്ചക്ക് ചോറ് തിന്നിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം എന്താ? ഇതൊക്കെ പറയാൻ നിന്നാൽ ചില ആൾക്കാർ തുറന്ന് സുഹൃത്തുക്കളോട് പറയും, വീട്ടിൽ പറയും, ചിലർ മനസ്സിൽ തന്നെ പറയും, പഠിച്ചോനെ ഇനിയിപ്പോൾ സിഗരറ്റ് വലിക്കാനും പറ്റൂല, അതിനൊക്കെ ഇത് കഴിയണം. ഇങ്ങനെ ഇടങ്ങേറായിട്ടുണ്ടല്ല. അതിനെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യാൻ നമുക്ക് കഴിയണം. അതിനാണ് നമ്മൾ അഹ്ലൻ റമളാൻ എന്നുള്ള വിഷയം. അഹ്ലൻ റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ റമളാനിന് സ്വാഗതമാണ്. ചോന ഇതാ വരണം കെട്ട് എന്ന് അറിയാണ്ട് ഇതല്ല, മനസ്സിനെ വെറുത്തിട്ടല്ല, സ്നേഹത്തോടു കൂടി ഹൃദയം കൊണ്ട് സ്വീകരിക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നോമ്പുകാരന് 2 സന്തോഷമുണ്ടെന്ന്. ലിസ്വാഇമി ഫർഹത്താനിന്ന്. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്ന് ദുനിയാവിൽ അനുഭവിക്കണമാണ്, മറ്റേത് പാരത്രിക ലോകത്ത് അനുഭവിക്കണം. ദുനിയാവിൽ റസൂൽ അനുഭവിക്കാൻ പറഞ്ഞാൽ നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടല്ലോ. ഒന്നെന്താണ്? ഇതാ അഫ്തറ ഫരിഹ, നോമ്പ് തുറക്കണ സമയത്തുണ്ടാകുന്ന സന്തോഷം, അല്ലേ? ആ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ മുന്നിൽ അന്നേരത്ത് കുറച്ച് നേരം നിന്ന് ഇരിക്കണമല്ലോ. ഭക്ഷണത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് തെക്ബീറും തഹ്ലീലും തസ്ബീഹും തഹ്മീദും പ്രാർത്ഥനകളും ഒക്കെ ഉരുവിടണം. അതാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ശരിക്കും അതിൻ്റെ ആ വൈകാരിക നിമിഷങ്ങൾ വേണം. എന്നിട്ട് ആ ബാങ്കുകളി ഇങ്ങോട്ട് കേൾക്കുമ്പോൾ കാരക്ക തിന്ന് വെള്ളം കുടിച്ച് അത് തിന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾ ഇൻഷാ അള്ളാഹ് അനുഭവിക്കാൻ പോവുകയാണ്. മറ്റൊന്ന് ഇത് സത്യമല്ലേ? അതെ. മറ്റേത് അതിനേക്കാൾ സത്യമാണ്. ചിലവർക്ക് അതങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒന്ന് അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം. അതിനൊക്കെ ശരിക്കും ഇങ്ങോട്ട് വിചാരിച്ചാൽ നിങ്ങളെന്നൊന്ന് ആലോചിച്ചു. നിങ്ങളെ ചെറിയ മോള് 5 വയസ്സായ കുട്ടിയാണ്, മദ്രസയിൽ ചേർത്തിട്ടില്ല, അടുത്തൊല്ലം ചേർക്കുള്ളൂ. ആ കുഞ്ഞു പൈതൽ നിങ്ങളുടെ
അത്താഴത്തിൻ്റെ പാത്രത്തിൻ്റെ കലപില ശബ്ദം കേട്ട് ഉറക്കത്തു നിന്ന് എഴുന്നേറ്റിങ്ങാണ്ട് അടുക്കളയിൽ വന്ന് നിങ്ങളെ കൂടെ നിങ്ങാണ്ട് ഭക്ഷണം കഴിച്ചു, അത്താഴം കഴിച്ചു. പിറ്റേന്ന് നേരമ്പോഴത്തെ കുട്ടി അറിഞ്ഞ മിച്ചേ ഞാനും നോമ്പ് പറ്റിക്കണം, പിച്ചേ ഞാനും നോമ്പ് പറ്റിക്കണം അല്ലേ പറയും കുട്ടി. കുട്ടി ഇങ്ങോട്ട് 8 മണി 9 മണി 10 മണിയൊക്കെ ആയാലും കളിച്ച് അതുവരെ മുറ്റത്ത് കളിച്ച് തുമ്പികളെ പോലെ. പിന്നെ 10 മണി ആയപ്പോൾ വന്നിട്ട് മിച്ചേ വല്ലാണ്ട് പൈക്കണ്, ഒരിറ്റ് വെള്ളം എന്ത് കുടിക്കട്ടെ എന്ന്. അപ്പോൾ നമ്മൾ പറയുന്നത് കുഞ്ഞു പൈതലേ ഏതായാലും 10 മണി ആയില്ല, 2 മണിക്കൂറും കഴിഞ്ഞാൽ ലൊഹറാൻ കൊടുക്കും, അതിനെങ്ങനെ അങ്ങനെ ഇതാക്കും. അന്ന് ആ കുട്ടീനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവില്ല, ഇന്നലകളില്ലാത്ത സ്നേഹം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇന്നലെ സ്നേഹിച്ചില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇന്നലകളിലില്ലാത്ത സ്നേഹത്തിൻ്റെ എത്രയോ ദറജ കൂടും. ഉച്ചയായപ്പോൾ കുട്ടി ഉമ്മാൻ്റെ കൂടെ നിന്ന് ലൊഹറൊക്കെ നിസ്കരിച്ച് ക്ഷീണിച്ച് വാടി തളർത്തി. നമുക്കിതിങ്ങോട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല നമ്മളെ കുട്ടീൻ്റെ ഈ അവസ്ഥ. കുട്ടി വെള്ളം കുടിക്കാൻ പറ്റുമോ, ആയിക്കണം വാങ്ങി കൊടുക്കാനായ സാരല്ല നമ്മളപ്പം കൊടുക്കും, അസറ് കഴിഞ്ഞാൽ മഗ്‌രിബായി നമ്മൾ ആശ്വസിപ്പിക്കും. എൻ്റെ കുട്ടിക്ക് എന്താണെന്ന് കൊണ്ടിൻ്റെ നോമ്പ് തുറക്കുമ്പോൾ ഇന്നലെ ചോദിച്ചിട്ടുണ്ടാവില്ല ആ ചോദ്യം. ഞാൻ ഉദാഹരണം പറയാം. അള്ളാഹുവിന് അവൻ്റെ അടിമകളോട്, അടിയാത്തികളോട്, നോമ്പുകാരോട്, നോമ്പുകാരിയോടുള്ള സ്നേഹത്തെ പറ്റി പറയാനാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടിയത്? മോൾക്ക് ആപ്പിൾ വേണം, ആപ്പിൾ കൊണ്ടുവരൻ്റെ ഉപ്പ. വൈകുന്നേരം അസറസ്കാരം കഴിഞ്ഞ് കുട്ടിക്കുള്ളത് പ്രത്യേക ഒരു കേസിലാക്കി അവളെ ഏൽപ്പിക്കുന്ന ഒരു സന്തോഷങ്ങൾ ആലോചിച്ചു. ഇത് ദുനിയാവിലത്തത്. നാളെ പരലോകത്ത് അതാണ് അള്ളാഹു പറഞ്ഞത്, ആദമിൻ്റെ മക്കളുടെ എല്ലാ പ്രവർത്തനം അവരവർക്കുള്ള ഇല്ല സോമം നോമ്പൊഴികെ അതിന് ഞാൻ കൊടുക്കും പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതിന് കയ്യും കണക്കും ഉണ്ടാവില്ല. അതിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല റയ്യാൻ എന്ന കവാടം സ്വർഗത്തിൽ ഒരുക്കിയത്. സ്വർഗത്തിന് എത്ര വാതിലുണ്ട്? 8 വാതിലുണ്ട് അല്ലേ? സമാനിയത്ത് അബ്വാബ്, 8 വാതിലിൽ ഒരു വാതിലിൻ്റെ പേരെന്താണ്? റയ്യാൻ. റയ്യ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ദാഹശമനം വരുത്തുക എന്നാണ്. ദാഹം സഹിച്ച് പട്ടിണി കിടന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, സർക്കാരിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല, പള്ളി കമ്മിറ്റിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല, സംഘടനയിൽ നിന്ന് കിട്ടാനല്ല, അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പട്ടിണി കിടന്ന് നോമ്പനുഷ്ഠിച്ച നോമ്പുകാരെ വിളിക്കുന്നു, അയിന സ്വായിമൂൻ, അല്ലയോ നോമ്പുകാരേ. അപ്പം നോമ്പ് പറ്റ ആൾക്കാരെല്ലാവരും കൂടി ആ കവാടത്തിൻ്റെ മുന്നിലേക്ക് വരുന്നു അല്ലേ? ഫയദഖുലൂന, അവരവിടേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ നോമ്പുകാർ പ്രവേശിച്ചാൽ ഒഗലിക, ആ വാതിലടച്ചു. ഇങ്ങനെ ഓരോരോ വാതിൽ, മസ്ജിദുൽ ബാബുസലാം ബാബുസലാം എന്നൊക്കെ ഓരോരോ വാതിലുകൾ എന്നതുപോലെ പരിശുദ്ധമായ ആ സ്വർഗത്തിൽ നോമ്പുകാർക്ക് വേണ്ടി വാതിൽ. അള്ളാഹു അതിൽ പ്രവേശിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ ഓതിവെച്ച ആയത്ത് ഇതാണ്. ഞാൻ അവസാനിപ്പിക്കാം. ഓതിവെച്ച ആയത്ത് ഇതാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നിടത്തൊരായത്ത് അള്ളാഹു തആല ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. 186-ാമത്തെ ആയത്താണത്. ഏതാണ് ആ ആയത്ത്? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. നബിയേ, എൻ്റെ അടിമകൾ നിന്നോട് എന്നെപ്പറ്റി ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കണം, ഞാൻ അവരുടെ സമീപം തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ഫല്യസ്തജീബൂലി, അതിനാൽ എൻ്റെ വാക്കിന് അവർ ഉത്തരം ചെയ്യട്ടെ. എന്താ എൻ്റെ വാക്ക്? എന്നോട് പ്രാർത്ഥിക്ക്, ഞാൻ ഉത്തരം കൊടുക്കാം. വലിയുമിനൂ ബി, എൻ്റെ വാക്കിൽ അവർ ഉറച്ചു വിശ്വസിക്ക്. ഇത് വെറും വാക്കല്ല. ലഅല്ലഹും യർഷുദൂൻ, അവർക്ക് സന്മാർഗം പ്രാപിക്കാം. അപ്പോൾ റമദാനിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥന അധികരിപ്പിക്കണം. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, വേറൊരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിൻ്റെ അടിക്കൽ എന്ന് പറയുന്നത്. ആരാധനയുടെ കാമ്പും കാതലുമാണ് പ്രാർത്ഥന. റബ്ബും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന്റെ പാലമാണ് പ്രാർത്ഥന. നോക്കിങ്ങൾ, റബ്ബേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരായിട്ടാണ് ബന്ധപ്പെടുന്നത്? അള്ളാഹുമായിട്ടുള്ളൊരു കണക്ഷനാണ്. അള്ളയും നമ്മളും തമ്മിലുള്ള കണക്ഷൻ, ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പാലം പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഒരു പക്ഷേ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ വളരെ വൈകി കിട്ടും, അല്ലെങ്കിൽ പരലോകത്ത് അതിനുള്ള ഉത്തരം കാണും, അതിനുള്ള കൂലി കിട്ടും. അത് റബ്ബിനാണ് നമ്മുടെ മനസ്സ് വായിക്കാൻ അറിയാം. ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന റബ്ബ് നമുക്ക് ആ കാര്യം എപ്പോൾ സാധിപ്പിച്ചു തരണമെന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് അള്ളാഹു തരും, പേടിക്കണ്ട, നിരാശ വേണ്ട എന്നർത്ഥം.
അപ്പോൾ പ്രാർത്ഥന അധികരിപ്പിക്കണം. 2, വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഖുർആനിൻ്റെ മഹത്വമാണ്. ഖുർആനിൻ്റെ മഹത്വം റമളാനിൻ്റെ മഹത്വമാണ്. 2 അനുഗ്രഹങ്ങളുടെ സമുജ്വലമായ സമാഗമമാണ് വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മാനവമോചനത്തിന് വഴി തുറന്നുകൊടുത്ത വിശുദ്ധ ഖുർആൻ, അന്തിമ വേദഗ്രന്ഥം, അത് അവതീർണമായത് റമളാനിലാണ്. അതുകൊണ്ട് ഖുർആനുമായിട്ടുള്ള കൂടുതൽ ബന്ധം, ആത്മീയമായ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം പഠിക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും മനഃപ്പാഠമാക്കിക്കൊണ്ട് ഈ റമളാൻ എനിക്ക് ധന്യമാക്കാൻ കഴിഞ്ഞു എന്ന് സംതൃപ്തി അടയാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പഠന ക്ലാസ്സുകളും പഠന സംരംഭങ്ങളും വിജയിപ്പിക്കണം. ഖുർആനിൻ്റെ വിജ്ഞാന പരീക്ഷകളിൽ നമ്മൾ സജീവമായി പങ്കെടുക്കണം. അങ്ങനെ ഖുർആനുമായിട്ടുള്ള ഒരു വല്ലാത്ത ബന്ധം ഈ വിശുദ്ധ റമളാനിൽ നമുക്കുണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തൗബയാണ്. തൗബ അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്, ആത്മാർത്ഥമായ മടക്കമാണ്. തൗബ എന്തിനാ ഞാൻ ചെയ്യുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ശരിയാണ്, തൗബ വേണം. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനോട് തന്നെ അള്ളാഹു പറയുന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഹദീസുകളിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിനം പ്രതി 70 തവണ, വേറൊരു സ്ഥലത്ത് 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു അള്ളാഹുവിനോട്. പാപം ചെയ്തിട്ടാണോ? അല്ല, മഅസൂമാണ്, പാപത്തിൽ നിന്ന് വിമോചിതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു. നമ്മളൊക്കെ ആലോചിച്ച് നോക്കി, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ എത്ര പാപങ്ങൾ ചെയ്യുന്നു അല്ലേ? എത്ര പാപങ്ങൾ. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക. മറ്റൊന്ന്, പരിശുദ്ധമായ റമളാനിൽ വല്ലാത്തൊരു അത്ഭുത സംഭവം തന്നെ കേട്ടോ. റമളാൻ നിർബന്ധമാക്കിയ, നോമ്പ് നിർബന്ധമാക്കിയത് ഹിജ്റ എത്രാം വർഷത്തിലാണ് സഹോദരങ്ങളെ? ഹിജ്റ 2-ാം വർഷം അല്ലേ? ഹിജ്റ 2-ാം വർഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയിട്ട് 2-ാമത്തെ വർഷത്തിലാണ്. അതേ വർഷം തന്നെയാണ് ബദർ യുദ്ധം നടന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഇസ്ലാം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള യുദ്ധം നടന്നത് അതേ ഹിജ്റ 2-ാം വർഷം റമളാൻ 17-ന്. യുദ്ധമാണ്, യോദ്ധാക്കളായി പോവാണ്. ഇത് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ റമളാൻ എന്ന് പറഞ്ഞാൽ ആലസ്യത്തിൻ്റെ, നിഷ്ക്രിയത്വത്തിൻ്റെ മാസമല്ല. സജീവമായി ഉണരണം, നമ്മുടെ ദഅ്വ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരണം. അതാണ് അവർ യോദ്ധാക്കളായി പടക്കളത്തിലിറങ്ങി സായുധ പോരാട്ടം നടത്തി. നമുക്ക് ഇവിടെ ഒന്നും വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. നമുക്ക് വേണ്ടത് ഇസ്ലാമിക ദഅവത്താണ്. അതിനുകൂടി ഈ വിശുദ്ധ റമളാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മറ്റൊന്ന്, വിശുദ്ധ റമളാനിൻ്റെ പ്രത്യേകത 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാവ് ഈ വിശുദ്ധമായ മാസത്തിലുണ്ട് എന്നുള്ളതാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഒരു പുരുഷായുസ് മുഴുവനും അധ്വാനിച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്ത സൽക്കർമ്മങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന അതിമഹത്തായ, അസാധാരണമായ, അത്യത്ഭുതകരമായ ഒരു രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. അത് റമളാനിലാണ്, അവസാന 10-ലാണ്, ഒറ്റയിട്ട രാവിലാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് സജീവമാകണം എന്നുള്ളതാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് സജീവമാകണം. ഏകദേശം 83 വർഷം എന്നാണ് പറയുന്നത്. 1000 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 83 വർഷം. നമ്മളൊക്കെ 83 വർഷം ജീവിക്കുന്ന എന്ത് ഉറപ്പാണുള്ളത്? 83 വർഷം നിസ്കരിച്ച പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയാണോ? അല്ല. അപ്പോൾ അതും വന്നത് ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. പിന്നെ സൗകര്യപ്പെടുന്നവർ റമളാനിൽ അവസാനത്തെ 10 ഏത്തിക്കാഫിരിക്കാൻ നിർബന്ധമല്ല. സൗകര്യപ്പെടുന്നവർ, അതിന് നമ്മുടെ കുടുംബം, നമ്മുടെ മാനസികാവസ്ഥ, ശാരീരിക അവസ്ഥ, അതൊക്കെ ചിലപ്പോൾ ജോലിക്ക് പോകണവരുണ്ടാവും. അവർ ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ ജോലിക്ക് പോയില്ലെങ്കിൽ അവിടെ പ്രയാസപ്പെടും. ഞാൻ പറയുന്നത് സൗകര്യപ്പെടുന്നവർ ഏത്തിക്കാഫിരിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. അതൊക്കെ റമളാനിൻ്റെ പുണ്യങ്ങളാണ്. അങ്ങനെ റമളാനിൻ്റെ പുണ്യങ്ങൾ പരമാവധി വാരിക്കൂട്ടി ഈ റമളാൻ കഴിയുമ്പോൾ എനിക്ക് കഴിഞ്ഞ കൊല്ലങ്ങളിലെ റമളാനിനേക്കാൾ മികച്ച വിജയം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു സംതൃപ്തിയോടുകൂടി ആയിരിക്കണം നമ്മൾ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ധ്വനികൾ ഉരുവിടേണ്ടത്. ആ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി അറിയാലോ. വിജയത്തിൻ്റെ മുദ്രാവാക്യമാണത്. അള്ളാഹുവാണ് ഏറ്റവും വലുത്, അള്ളാഹുവിനാണ് സകല സ്തുതിയും. ഇത് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. അത് മനസ്സ് തുറന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. അതിന് ഈ റമളാനിന് നമ്മൾ
കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം. തിന്മയുടെ ലാഞ്ചന ഒരിക്കലും വരാതിരിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഈ വരാനിരിക്കുന്ന റമദാനിൽ ആയുസ്സോടുകൂടി, പൂർണ്ണ ആയുസ്സോടുകൂടി, ആരോഗ്യത്തോടുകൂടി റമദാനിനെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് തരണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ റബ്ബ് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ റബ്ബേ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഒരുപാട് ആളുകൾ രോഗികളും വേദനിക്കുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളുമൊക്കെ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മുമ്പേ വിട പറഞ്ഞു പോയ ഞങ്ങളുടെ സ്നേഹനിധികൾക്ക് നീ മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദനങ്ങളും പീഡനങ്ങളും യുദ്ധത്തിൻ്റെ കെടുതികളുമൊക്കെ അനുഭവിക്കുന്നവർക്ക് എത്രയും വേഗം നീ നിർഭയത്വവും സമാധാനവും നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നേരായ പാതയിൽ നയിക്കണമേ റഹ്മാനെ. അവരിൽ നിന്ന് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും കൺകുളിർമയും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أشهد أن لا إله إلا أنت. السلام عليكم.